അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച ബാംഗ്ലൂരിൽ നിന്നും കർത്താവിന്റെ വിലപ്പെട്ട ദാസിപ്രിയ അന്നമ്മ തോമസ് ആന്റിയാണ് തന്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തിരുമകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ അന്നമ്മ തോമസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന അരോമ ടി വിയോടും അതിൻ്റെ പ്രവർത്തകരോടും പ്രത്യേകമായിട്ട് ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനും പ്രത്യേകമായിട്ടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രോഗ്രാമിൽ കൂടെ ഏറ്റവും ഹൃദയസ്പർശിയായ അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്ററുടെ എല്ലാ മിനിസ്ട്രീസിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രെയർ മീറ്റിങ്ങുകളിൽ തിങ്കളാഴ്ച തോറും അറ്റൻഡ് ചെയ്യാനുള്ള കൃപയും ദൈവം എനിക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് അന്നമ്മ ജെ തോമസ് എന്നാണ്. ഞാൻ ഒരു 56 വർഷമായിട്ട് ബാംഗ്ലൂരിലാണ് സ്ഥിരതാമസം. എൻ്റെ കൂടെ തൽക്കാലം ആരും താമസിക്കുന്നില്ല. എനിക്ക് മക്കളുണ്ടെങ്കിലും അവരൊക്കെ ദൂരെയാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 40 വർഷം കഴിഞ്ഞ് 41ാമത്തെ വർഷമാണ്. എനിക്ക് ദൈവം 3 മക്കളെ നൽകിയിട്ടുണ്ട്. 2 പെൺമക്കളും ഒരു മകനും. മക്കൾ 2 പേര് വിവാഹിതരാണ്. അതുപോലെ തന്നെ എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്. ദൈവത്തിന്റെ വലിയ കൃപയുണ്ട്. ഞങ്ങള് കുടുംബത്തെ ദൈവം വിസ്താരമാക്കി തന്നു. അതുപോലെ ഞാൻ ഗവൺമെന്റ് സർവീസ്, അതായത് ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റായ BL-ലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടുന്ന് ഞാൻ റിട്ടയറായി. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പല ചർച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ബൈബിൾ സ്റ്റഡി, പ്രെയർ മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെയും ഇതിൽ അറ്റൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ ചാരിറ്റി പ്രവർത്തനം, എനിക്കൊരു എൻ്റെതായിട്ടുള്ള ഒരു ചാരിറ്റി ഇതുണ്ട്. അതിന് സ്വന്തമായിട്ട് ഫണ്ട് കണ്ടെത്തി മറ്റുള്ളവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരൊന്നും കളക്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു 5 വർഷം കൊണ്ട് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചും അതുപോലെ മെസ്സേജുകളും ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉള്ള മെസ്സേജസ് പറയാറുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 500 വീഡിയോസോളം ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കോട്ടയത്ത് മണർകാട് പഞ്ചായത്ത്, അതായത് തിരുവഞ്ചൂരിന് പോകുന്ന വഴിക്ക് മണർകാട് പഞ്ചായത്തിലുള്ള ഞങ്ങളുടെ ഒരു യാക്കോബായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവും മാതാവും വളരെ ദൈവഭക്തിയുള്ളവരും അതുപോലെ തന്നെ 2 നേരവും വീട്ടിൽ പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുവാനായിട്ട് എനിക്ക് ദൈവം കൃപ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പിതാവിന് 95 വയസ്സ് കഴിഞ്ഞ് 96ാമത്തെ വയസ്സാണ്. ഇപ്പോഴും 2 നേരത്തെയും ബൈബിൾ വായനയും പാട്ടും പ്രാർത്ഥനയും ഒന്നും മുടക്കിയിട്ടില്ലെന്നുള്ളത് വലിയൊരു 2 നേരം ഓരോ മണിക്കൂർ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ മാതാവ് 3 വർഷം മുമ്പ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എനിക്ക് 2 സഹോദരന്മാരും ഒരു സഹോദരിയുണ്ട്. ബ്രദേഴ്സ് 2 പേരും ബിസിനസ്സിലാണ്. അത് മൂത്ത ആളിപ്പം 64 ഇയേഴ്സ് ആയി. അപ്പോൾ ഇനി ബിസിനസ് കാര്യമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാം റെന്റിനൊക്കെ കൊടുത്തു, ചിലതൊക്കെ ഡിസ്പോസ് ചെയ്തു. അങ്ങനെ പുള്ളി കുറച്ച് റിലാക്സ്ഡ് മൂഡിലാണ്. ഒരു ഹാർട്ടിന്റെ സർജറിയോ കഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ല, എല്ലാ കാര്യത്തിലും എല്ലാം വളരെ ആക്റ്റീവാണ് ആള്. 2ാമത്തെ ബ്രദറാണെങ്കിൽ 3/4 സമയവും ബിസിനസ് ഉണ്ടെങ്കിലും ചർച്ചും കാര്യമായിട്ട് എപ്പോഴും അതായിട്ടിരിക്കുന്ന കുടുംബമായിട്ട് ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ സിസ്റ്റർ ആണെങ്കിലും ഓർത്തഡോക്സിലാണ് കല്യാണം കഴിച്ചിരുന്നത്. അവളും രക്ഷിക്കപ്പെട്ട ആളാണ്. അവളും ബൈബിൾ കോഴ്സ് ഒക്കെ ചെയ്ത് ബൈബിളില് അടുത്തുള്ള ഒരു ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുണ്ട്, അവിടെ വന്നിട്ട് ഫാസ്റ്റിംഗ് പ്രെയർ കാര്യത്തിനൊക്കെ പോകും. അല്ലാതെ റെഗുലർ സൺഡേസിൽ മറ്റേ പള്ളിയിൽ പോകും. പക്ഷേ അവള് ഇതുപോലെ പ്രസംഗിക്കുകയും ബൈബിള് ശരിക്കും പറഞ്ഞാൽ
നല്ലോണം പല സ്ഥലങ്ങളിൽ പോയിട്ട് മെസ്സേജ് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ് കോവിഡ് സമയത്ത് മരിച്ചു. അതിനുശേഷം കൊച്ചുമക്കളെ നോക്കി അവളുടെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു, കാരണം ഞാൻ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഉള്ള ഒരു ബാല്യകാലം, ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ്. പിന്നെ ബാല്യകാലം പറഞ്ഞാൽ എൻ്റെ പേരൻസ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ പള്ളി പോകാതെ ഉള്ളതെന്നെങ്കിൽ സുഖമില്ലാതെ ആയെങ്കിൽ മാത്രം. സൺഡേ സ്കൂള് മുടക്കിയിട്ടേ ഇല്ല, 10ാം ക്ലാസ് വരെയും അത് പഠിച്ച് പാസ്സായി. അതുപോലെ രാവിലെ പള്ളി, ഉച്ച കഴിഞ്ഞ് സൺഡേ സ്കൂൾ, അങ്ങനെയാണ്. ഒരു ശരിക്കും പറഞ്ഞാല് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പോഴും എനിക്ക് സന്തോഷം തോന്നും. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അമ്മയാണ് എൻ്റെ ഗൈഡ്. ശരിക്കും പറഞ്ഞാല് ദൈവത്തിന്റെ കാര്യത്തിനായാലും എന്തായാലും ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാപിതാക്കൾ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ പറയുകയാണെ അമ്മയുടെ അമ്മയും നല്ല ഭക്തയായിരുന്നു. അതായത് ഞാൻ ഓർക്കാറുണ്ട്, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറഞ്ഞാൽ എൻ്റെ അമ്മയെ എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ചും പറയുന്ന ആ ഭാഗം വരുമ്പോ എല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ അമ്മയെ ഓർക്കും. എൻ്റെ ഫാദറിന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയതാണ്. പക്ഷെ എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ ചെറുപ്പത്തില് ഞങ്ങള് വെക്കേഷനിൽ അവിടെ 2 മാസം വെക്കേഷൻ, 1 മാസം അമ്മച്ചിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഈ വൈകുന്നേരം ഞങ്ങളെ കൊണ്ട് സങ്കീർത്തനവും ബൈബിളും എല്ലാം വായിപ്പിച്ചിട്ട് അമ്മ, ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അമ്മ തന്നെ പ്രാർത്ഥിക്കാനിരിക്കും. അമ്മ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ തറയിൽ ഇങ്ങനെ കണ്ണുനീര് കിടക്കുന്ന കാണാം. എന്നിട്ട് ഒരു ദിവസം ഞാനപ്പോ കൂടെ ഇരുന്ന് ഞാൻ ഈ പ്രാർത്ഥന കേട്ടു. അപ്പോഴുണ്ട്, എനിക്കറിയില്ല, അന്ന് ഞാനതാണ്ട് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനാന്ന് തോന്നുന്നു. അപ്പൊ അമ്മച്ചി ഇങ്ങനെ എന്താ പറയുന്നത്, ബോർഡറിലുള്ള സൈനികർക്ക് വേണ്ടിയും അതുപോലെ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇന്റർസെപ്റ്ററി പ്രയർ കേൾക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയുടെ പ്രാർത്ഥന. പിന്നെ അമ്മ അന്നത്തെ കാലത്തെ 8ാം ക്ലാസ്സുകാരിയായിരുന്നു. അതുകൊണ്ട് നല്ല മലയാളവും നല്ല കല്യാണം വേഗം നടന്നുകൊണ്ട് ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത് 1 കൊല്ലം ജോലി ചെയ്തിട്ട് അമ്മച്ചി ജോലി വിടേണ്ടി വന്നു. അങ്ങനത്തെ അപ്പൊ നല്ലൊരു ഗൈഡൻസ് എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടി എന്നുള്ളതാണ്. പിന്നെ ചെറുപ്പകാലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇത്, ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പനി വന്ന്, ടൈഫോയിഡ് വന്നു. 2 മാസം സ്കൂളിൽ പോകാനൊത്തില്ല. ഞാൻ എണീറ്റ് നിന്നാൽ അപ്പൊ തല ഇറങ്ങി വീഴും. അങ്ങനത്തെ. അന്ന് ഡോക്ടർ വീട്ടിലേക്ക് വരികയായിരുന്നു. അന്ന് അഡ്മിഷനും കാര്യമൊക്കെ വളരെ കുറവാണ്. 2-3 പ്രാവശ്യം ഡോക്ടർ വീട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് തന്നു. അപ്പം എനിക്ക് വലിയ ആഗ്രഹമാണ് സ്കൂളിൽ പോകണമെന്ന്. പക്ഷെ എനിക്ക് എഴുന്നേക്കാനോ നടക്കാനോ ഒക്കെയുള്ള ആരോഗ്യം ഇല്ലാതെ അത്ര അങ്ങനെയുള്ള ഒരു പ്രയാസത്തിലായി. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് 2 മാസം കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോയി, ടീച്ചറിന്റെ വീട്ടിൽ പോയി മാത്സ് ഒക്കെ ഞാൻ പഠിച്ചത്. എന്തായാലും എൻ്റെ ആ ഒരു ഓർമ്മ, എനിക്കപ്പോ ഇതിങ്ങനെ സീരിയസ് ആയിട്ട് വയ്യാതിരിക്കുന്ന എൻ്റെ അമ്മ എന്നോളം നീളത്തിൽ ഒരു പൊന്നുന്നൂല് പള്ളി കൊടുക്കാന്ന് പറഞ്ഞ് നേർച്ച നേർന്ന് എന്നെ രക്ഷപ്പെടുത്തി. പിന്നീട് ഒരിക്കൽ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്തിനാ എന്നെ അങ്ങനെ നേർച്ച ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് ജീവിതത്തിൽ ഒത്തിരിയും കണ്ണുനീര് അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അമ്മ പറയും, ഞാനങ്ങനെ എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മയുടെ കണ്ണീര് വീഴ്ത്തിയുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. അതുപോലെ മറ്റൊരു കാര്യം, എൻ്റെ സഹോദരി എന്നെ കഴിഞ്ഞ് 10 വയസ്സ് ഇളയതാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്മയോട് ചോദിച്ചു വാങ്ങിച്ചതാണ്. എനിക്കൊരു അനിയത്തി വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒത്തിരി ചോദിച്ചു. അങ്ങനെ എൻ്റെ അനിയത്തി ഒരു 3.5 വയസ്സ് അങ്ങനത്തെ ആ പ്രായമുള്ളപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കൂടെ അവള് വരും. എന്നിട്ട് എൻ്റെ അപ്പൻ്റെ ചേട്ടന്റെ വീട് അടുത്ത പറമ്പിലാണ്. അപ്പം അവരുടെ വീട്ടിൽ അമ്മച്ചിയുടെ പിള്ളേര് വലുതായതുകൊണ്ട് ഇവിടെ പകൽ സമയം അവിടെ കുറെ നേരം ഉച്ചവരെയൊക്കെ അവിടെ കാണും. അപ്പൊ എൻ്റെ കൂടെ വന്നിട്ട് അവിടെ നിൽക്കും. പക്ഷെ അന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അമ്മച്ചി എന്തോ തിരക്കായിരുന്നു. ഇവള് അവരുടെ കിണറിന് ഇങ്ങനെ പൊക്കി കെട്ടിയിട്ടില്ല. ഞാൻ കളിച്ച് കിണറ്റി വീണു. എന്നിട്ട് അമ്മ ചാടി, കുഞ്ഞു വീണേന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് തന്നെ എടുത്ത് ചാടി. പുള്ളിക്കാരിക്ക് നീന്തൽ അറിയാവുന്ന ആളാ. എന്നാലും പിന്നെ അവിടെ കിടന്ന് വിളിച്ച്, അപ്പൊ അതിന്റെ താഴെ അവളുടെ ആരൊക്കെ ഓടി വന്ന് കയറൊക്കെ ഇട്ട് അമ്മച്ചിയും കൊച്ചിനെ മേലെ കയറ്റി. ഞാന് സ്കൂള് കഴിഞ്ഞ് തിരിച്ചു വന്ന വീട്ടിൽ ഭയങ്കര ഒരുമാതിരി കരച്ചിലും ബഹളവും, ആരിലും മരിച്ചു പോയാലുള്ള അങ്ങനത്തെ ഒരു അന്തരീക്ഷം. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. എന്ന് ചോദിച്ചപ്പോ കൊച്ചിങ്ങനെ കിണറ്റിപ്പോയി, പിന്നെ അങ്ങനെ രക്ഷപ്പെടുത്തി. പക്ഷെ എന്നാലും അങ്ങനെ ആയെന്നുള്ള സങ്കടം കാരണം വലിയ പ്രയാസമായിട്ട് ഉള്ള ഒരു അത് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല. അവളെ കണ്ടില്ലേലും
അതുപോലെ ഒരു സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ കഴിഞ്ഞ് പിന്നെ നാട്ടിൽ ഞങ്ങൾ വളരെ സന്തോഷമായിട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് അപ്പൊ എൻ്റെ 3 അങ്കിളുമാരും എൻ്റെ ഗ്രാൻഡ് മദർ അപ്പോഴേക്കും അവരുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് വന്നു. അമ്മച്ചിയുടെ 3 മക്കള് ബാംഗ്ലൂരായിരുന്നു അന്നേരം. 2 പേര് ബിസിനസ്സും ഒരാള് ഗവൺമെന്റ് ജോലിയായിരുന്നു. അതില് 2 പേർക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരാൾക്കുണ്ട്. അപ്പം അങ്കിള് നാട്ടിൽ വന്ന സമയത്ത് ഞാനപ്പം SLC കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് നഴ്സിങ്ങിന് പോകണം എന്ന് വലിയ താല്പര്യമാണ്. പക്ഷെ എൻ്റെ ഫാദർ വിടത്തില്ല. അന്ന് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ മിലിറ്ററിയില് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മിലിറ്ററി നഴ്സായിട്ട്. അപ്പൊ അങ്ങനെ പോകണം എന്നുള്ള ആഗ്രഹം. അപ്പൊ പറഞ്ഞ അതൊന്നും നിനക്ക് ശരിയാവത്തില്ല, ഒന്നും വേണ്ട, നീ ഇവിടെ പോയി PUCക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നോട് അപ്പൊ അങ്കിള് വന്നപ്പോ പറഞ്ഞ് ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡ് ക്ലാസ്സിന് ചേരാൻ പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് കോട്ടയത്ത് തിരുനക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് അതുള്ളത്. ഞാൻ ഷോർട്ട് ഹാൻഡിന് ചേർന്നില്ല, ടൈപ്പിങ്ങിന് മാത്രം ചേർന്നു. ഒരു 4 മാസമായി കഴിഞ്ഞപ്പോഴത്തേനും അങ്കിളും ഫാമിലിയും വന്ന സമയത്ത് എന്നെ എൻ്റെ ഇനിയൊരു കസിനെ, അപ്പച്ചൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ ഇനിയൊരു മൂത്ത മകൻ, എൻ്റെ മൂത്ത അമ്മാച്ചൻ്റെ മോള്, എന്നെ കഴിഞ്ഞ 2 വയസ്സ് എൽഡറാ, ഞങ്ങൾ 2 പേരെ അവരുടെ കൂടെ ബാംഗ്ലൂർക്ക് പോയി. എനിക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിലും വരേണ്ടി വന്നു. പിന്നെ ഇവിടെ വന്ന് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തു. ഇവിടുത്തെ മല്ലേശ്വരത്താണെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചിരുന്നത്. 1970 തന്നെ ഞാൻ ഇവിടെ സെപ്റ്റംബറിൽ മല്ലേശ്വരത്ത് വന്നു. പിന്നെ അമ്മച്ചിക്കുള്ളതുകൊണ്ട് എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. നാട്ടിലാണെങ്കിൽ ഞാൻ ഒരു ചായ പോലും ഉണ്ടാക്കിയിട്ടുള്ള ആളല്ല. ഇവിടെ വന്നപ്പോഴും അതുപോലെ എല്ലാവരും ഉള്ളതുകൊണ്ടൊന്നും കഷ്ടം അറിഞ്ഞില്ല. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ വലിയ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതും കാര്യം എല്ലാത്തിനും വളരെ സ്ട്രിക്റ്റ്. ഞാൻ 3 ആൺമക്കളുണ്ട്. 3 ആൺമക്കളുടെ മക്കളെ വീട്ടിൽ തറവാട്ടിൽ വൈകുന്നേരം വിളിച്ചിരുത്തിയിട്ട് എല്ലാരെയും പാട്ട് പാടിയും പ്രാർത്ഥന പഠിപ്പിക്കും. അങ്ങനെ എൻ്റെ അപ്പച്ചൻ ഗ്രാൻഡ് ഫാദർ ആദ്യമൊക്കെ ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു. പിന്നെ പുള്ളി അത് വിട്ടിട്ട് കുറച്ച് ഭൂമിയെല്ലാം ഉള്ളതുകൊണ്ട് അഗ്രികൾച്ചറൽ ഇതിലേക്ക് മാറി. എല്ലാ 3 മക്കളെയും ഒന്നിച്ച് വിളിച്ച് കൃഷിയൊക്കെ ഇറക്കുന്ന സമയത്ത് എല്ലാം തീരുമാനങ്ങളെടുത്ത് അപ്പച്ചനാണ് അതിൻ്റെ എല്ലാം ഗൈഡായിട്ട് സാധാരണ എല്ലാ കാര്യവും മീറ്റിംഗ് ഒക്കെ നമ്മുടെ വീട്ടിലാണ് അന്നേരം നടത്തുന്നത്. അപ്പം നല്ല ഇതെല്ലാം കണ്ടു വളർന്ന അപ്പച്ചനാണെങ്കിൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്നേഹമാണ്. അപ്പൊ ഞാൻ ബാംഗ്ലൂർക്ക് വരുമ്പോ എനിക്ക് 1970 500 rupees തന്നു. ഇപ്പൊ ഞാൻ ഓർക്കും എന്ത് വിലയുള്ള കാര്യമായിരുന്നു. അത്രയും ഇവിടെ വന്ന് പിന്നെ ഇവിടെ ഞാൻ ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡിനും ചേർന്നു. പിന്നീട് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കാര്യമെല്ലാം ഇവിടെ തന്നെയാണ് പഠിച്ചത്. മൊത്തത്തില് ഒരു 18 years ആയപ്പോഴേക്ക് എനിക്ക് ത്രൂ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഇവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയാണ് എനിക്ക് ഈ ജോലി ലഭിക്കുന്നത്. 3 സ്ഥലത്ത് ഇന്റർവ്യൂ വന്നു. അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് വലിയ ദൂരമില്ല, ഒരു 4 കിലോമീറ്ററിനുള്ളിലാണ് മല്ലേശ്വരത്ത് നിന്ന്. അവിടെ വീടിന്റെ അടുത്ത് തന്നെ ബസ് വരും, കമ്പനിയുടെ ബസ്സും വരും. അപ്പൊ പിന്നെ ഞാൻ അത് ചൂസ് ചെയ്ത് റിട്ടേൺ ലിസ്റ്റ് ഒക്കെ എഴുതി വൈവ കഴിഞ്ഞ് അവിടെ കിട്ടി, എനിക്ക് ജോലി കിട്ടി. അങ്ങനെ 18 വയസ്സ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് 19ാമത്തെ വയസ്സിലാണ് ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുത്തെ മാനേജറിനോട് പറഞ്ഞു, നീ പോയി പഠിക്ക്, ഇത്രയും ചെറുതിലെ എന്തിനാ ജോലിക്ക് ചേരുന്നെന്ന് പറഞ്ഞ. ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഗവൺമെന്റ് ജോലി എന്നും കിട്ടത്തില്ലല്ലോ, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പഠിച്ചോളാന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പിന്നെ പഠിച്ച് അങ്ങനെ ജോലി ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് വിവാഹം. അപ്പൊ ഈ എൻ്റെ വിവാഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങള് ആദ്യം ഈ മല്ലേശ്വരത്ത് താമസിക്കുന്ന സമയത്ത് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൻ്റെതായ ഒരു ഇതുമില്ല, ആരാധനയായാലും കാര്യമൊന്നുമില്ല. ഞങ്ങള് ഈ MG റോഡും കഴിഞ്ഞ് ട്രിനിറ്റി ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു CSI പള്ളിയുണ്ട്. ആ CSI പള്ളി ഇംഗ്ലീഷുകാർ നടത്തുന്നതാണ്. ഇംഗ്ലീഷുകാരുടെ ചർച്ചിൽ അവരുടെ സർവീസ് കഴിയുമ്പം നമ്മൾ മലയാളീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓർത്തഡോക്സും യാക്കോബ ഭർത്താവും എല്ലാവരും ചേർന്നിട്ടൊരു സർവീസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് 2 ബസ് പിടിച്ച് ഇതിന് പോകുന്നത്. അത് അങ്ങനെ പിന്നീട് ഓരോരുത്തരും വേറെ വേറെ പള്ളിയൊക്കെ തുടങ്ങി. അപ്പൊ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ മല്ലേശ്വരത്ത് ആകെ ഒരു ലാറ്റിൻ കാത്തലിക് ചർച്ച് ഉണ്ട്, അത് ഇംഗ്ലീഷ് സർവീസാണ്. പിന്നെ ക്രിസ്ത്യാനികളെന്ന് പറയാൻ 3-4 ഫാമിലി ആകെ ഉള്ളൂ ആ പ്രദേശത്ത്. അങ്ങനത്തെ മലയാളീസും കുറവാ. അന്ന് ഇത്രയും മലയാളികളൊന്നും ഇല്ല ബാംഗ്ലൂരിൽ. അപ്പൊ ഞങ്ങൾക്കൊരു മലയാളം ബൈബിള് പോലും കിട്ടാനായിട്ടില്ല. അപ്പൊ ഞാൻ 10th പാസ്സായി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കുടുംബയോഗത്തിൽ നിന്നൊരു ബൈബിള് ഗിഫ്റ്റായിട്ട് കൊടുത്തത്, അത് നാട്ടിലിരിപ്പുണ്ടായിരുന്നു. ഞാൻ പോന്നു കഴിഞ്ഞാൽ അത് കുടുംബയോഗത്തിൽ നിന്ന് കൊടുത്തു. അപ്പൊ അപ്പച്ചൻ വന്നപ്പോ എനിക്ക് അത് കൊണ്ടുവന്ന് തന്നു ബൈബിള്. ഞാൻ അതിനെ വേണമെന്ന് എഴുത്തിൽ എഴുതിയപ്പോൾ
അതുകൊണ്ട് ബൈബിള് നമുക്ക് ഉണ്ടായിരുന്നു വായിക്കാനും എടുക്കാനും ഒക്കെ. പിന്നെ എനിക്ക് വന്നിട്ട് ഞാൻ ജോലിക്ക് ചേരുന്ന ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അമ്മായിക്ക് സുഖമില്ലാതായിട്ട് അത് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ആയി. അപ്പൊ ആന്റിയുടെ കൊച്ചിനന്ന് ഒരു 8 മാസമേ ഉള്ളൂ, രണ്ടാമത്തെ കൊച്ചിന്. അപ്പം നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് അമ്മച്ചിയും അവരെല്ലാരും കൂടെ നാട്ടിലേക്ക് പോയി. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ കസിൻ സിസ്റ്ററിന് വിവാഹം കഴിഞ്ഞു. ബാംഗ്ലൂരിൽ തന്നെ അവർക്ക് വേറെ ഇവിടെ ജോലിയുള്ള ഒരാൾ മുഖേന വിവാഹം കഴിഞ്ഞു. പിന്നെ ഞാൻ പെണ്ണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലേഡീസ് ഹോസ്റ്റലിൽ, കമ്പനിയുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ പിന്നെ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എൻ്റെ റൂംമേറ്റ്സ് അവര് 2 പേര് വന്നിട്ട്, ഒരാൾക്ക് ജോലിയുള്ള, ഒരാള് ജോലി തേടുകയാണ്, പക്ഷെ പുള്ളിക്കാരി എന്തോ പെർമിഷൻ എടുത്ത് അവിടെ താമസിക്കുന്നായിരുന്നു. വേറൊരാള് ഹിന്ദു ബ്രാഹ്മൺ ലേഡിയായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരി അന്ന് മർത്തോമായിലെ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പിലുള്ളവരാ. പക്ഷെ അവർക്ക് പള്ളി നല്ല ദൂരമുണ്ട്, അപ്പൊ സൺഡേ മാത്രമേ പോകാനൊക്കുള്ളൂ. അപ്പൊ നമുക്ക് വേറെ ഒരു പ്രെയർ മീറ്റിങ്ങോ അങ്ങനെയുള്ളതൊന്നുമില്ല, റേഡിയോയിൽ പോലും ഒന്നും കേൾക്കാനില്ല, അങ്ങനത്തെ കാലമാണ്. തമിഴ് വരും അത്ര തന്നെ. അപ്പൊ ഞങ്ങള് ഈ ബുധനാഴ്ച ദിവസം യൂത്തിന് വേണ്ടിയിട്ട് ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. ഒരു ഏജി ചർച്ച്, ആകെപ്പാടെ 15 മെമ്പേഴ്സേ ഉള്ളു, അത്രയും ചെറിയൊരു ഏജി ചർച്ച്, ഒരു ഷീറ്റ് ഇട്ട ഒരു ചെറുത്. ഞങ്ങളപ്പം ബുധനാഴ്ച ഈവനിങ്ങിൽ അവിടെ ബൈബിൾ സ്റ്റഡിക്ക് പോകും. അത് എല്ലാ ആഴ്ചയും കാണത്തില്ല, പക്ഷെ എന്നാലും ഉള്ള ദിവസമൊക്കെ ഞങ്ങൾ പോയിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അവര് ഒരു ക്രിസ്മസിന് ക്യാമ്പസ് ക്രൂസൈഡിലെ അവരുടെ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് ഗ്രൂപ്പുണ്ട്. അപ്പൊ അവരെ വന്നിട്ട് വിളിച്ചു അവിടെ പെർഫോം ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും പോയി. അങ്ങനെ ഹാർട്ട് ബീറ്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള ആളാണ് ഭക്തവത്സലം, ഡോക്ടർ ഭക്തവത്സലം. പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പുള്ളി ഇപ്പൊ മരിച്ചിട്ട് 2-2.5 വർഷമായിട്ടുള്ളൂ. അപ്പം ഭക്തവത്സലത്തിന്റെ ഫാദറും എൻ്റെ ഫാദറിൻലോയും അവർ ആക്ച്വലി ഫ്രണ്ട്സാ, നാട്ടിൽ നിന്ന് അങ്ങനെ പരിചയമുള്ളവരാ. അപ്പൊ ഇത് കഴിഞ്ഞ് ഇങ്ങനെ 1-2 പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ പോയി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പുള്ളി പിന്നെ അവര് എയർഫോഴ്സിലാണ്. എയർഫോഴ്സ് ക്യാമ്പ് കുറച്ച് നമ്മള് BL കഴിഞ്ഞ് വലിയ ഒരു 2 കിലോമീറ്ററിനുള്ളിലാണ് എയർഫോഴ്സ് ക്യാമ്പ്. അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടും അവർ 2 പേരും ഈ ബൈബിൾ സ്റ്റഡിക്ക് ഈ പ്രോഗ്രാമിനൊക്കെ വന്ന് അങ്ങനെ എന്നെ കണ്ടിട്ട് കൂട്ടുകാരൻ മുഖേന ഇങ്ങനെ പ്രൊപ്പോസൽ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് വീട്ടിൽ എഴുതി ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞ അപ്പച്ചന് ലെറ്റർ അയച്ചു. അപ്പൊ അപ്പച്ചൻ ലെറ്റർ റിപ്ലൈ ചെയ്ത് ഇങ്ങനെ ശരി അവരോട് വരാൻ പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ നാട്ടിൽ പോകുന്നതിന് മുമ്പ് എന്നെ കാണാനായിട്ട് അവരുടെ ഒരു ആന്റി ഉണ്ടായിരുന്നു, PL ഒരു നേഴ്സ്, അവരെയും കൂട്ടിക്കൊണ്ട് ഹോസ്റ്റലിൽ തന്നെ വന്ന്. അപ്പം എന്നോട് അറിയാൻ പേരെന്നാലും പേര് ചോദിച്ചാൽ എന്നോട് 34-ാം സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞു. ഞാനപ്പോ പിന്നെ 34-ാം സങ്കീർത്തനം വായിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞാൽ അത് ശരി കഴിഞ്ഞ് പിന്നെ നാട്ടിൽ പോയിട്ട് വീട്ടിൽ കാണണ്ടോളാന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പൊ ആന്റി മാർത്തോമേലാണേലും പുള്ളിക്കാരി നല്ല വിശ്വാസത്തിലുള്ള സ്ത്രീയാ, ഗ്രേസിന്ന്. അപ്പം ഈ സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞപ്പോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഭയങ്കര ഇതെന്താ പെണ്ണ് കാണാൻ വന്നിട്ട് ബൈബിള് വായിപ്പിക്കുന്നു എന്ന് വെച്ചു. ഞാൻ എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിവാഹത്തെ കുറിച്ചൊന്നും നമ്മൾ അത്ര ചിന്തിക്കുന്ന പ്രായമായിട്ടില്ല, 19 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേല് കാണാൻ വരുന്നതിന് മുമ്പേ തന്നെ ദൈവം ഓരോന്ന് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. അതായത് ജനുവരിയില് ഞങ്ങള് ഇവിടെ ബാംഗ്ലൂരില് വിധാനസൗധയുടെ അടുത്ത് സെന്റ് ജോസഫ്സ് കോളേജും സ്കൂളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തൊരു ഗവൺമെന്റിന്റെ വലിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് എക്യുമിനിക്കലായിട്ടൊരു പ്രെയർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു, 3 ദിവസത്തെ കൺവെൻഷന്. അത് ആദ്യമായിട്ടാണ് ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷം ആദ്യം അങ്ങനെ ഒരു കൺവെൻഷന്. അപ്പം ഈ ക്രിസ്പാനോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവാഞ്ചലിസ്റ്റ് USA ഹോസ്റ്റനിന്ന് വന്നിട്ട് ഇവിടെ പ്രെയർ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഇതെല്ലാം പറയുന്നതെല്ലാം തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, കന്നഡയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, മലയാളത്തിലേക്കൊന്നുമില്ല. അപ്പൊ ഇംഗ്ലീഷിൽ പുള്ളി പ്രസംഗിക്കും അങ്ങനെ. അപ്പൊ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കാത്തലിക് ഒരു തമിഴ് പെണ്ണുണ്ടായിരുന്നു. അപ്പൊ അവളുടെ വീടിന്റെ അടുത്തുനിന്ന് വലിയ ദൂരത്തിലല്ല ഈ കൺവെൻഷൻ നടക്കുന്നത്. അപ്പൊ അവളെന്നോട് ഫസ്റ്റ് ഡേ ഇങ്ങനെ അവര് പോയി, അത് കഴിഞ്ഞിട്ട് എന്നോട് പിറ്റേ ദിവസം പറഞ്ഞ് അനുമ്മ ഇങ്ങനെ ഒത്തിരി നല്ലതായിട്ടുണ്ട് മെസ്സേജ്,
നീ വാ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ രാത്രിയിൽ. ഞാൻ അന്ന് ബസ് സൗകര്യമൊന്നും ഇല്ല പോയാൽ തിരിച്ചു വരാൻ. എനിക്ക് പിറ്റേ ദിവസം ജോലിക്കും പോകണം. ഹോസ്റ്റലിൽ 9 മണിക്ക് മുതൽ തിരിച്ചു വരികയും വേണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാന്ന്. പറഞ്ഞു സാരമില്ല, നീ വാ, നമുക്ക് ഇവിടുന്ന് കമ്പനിയുടെ ബസ്സിൽ അവിടെ പോയിട്ട് ഈവനിങ് അത് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു രാത്രി അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കമ്പനി ബസ്സിൽ ജോലിക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവളുടെ കേട്ട് പോയി. അവിടെ അറ്റൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ കൂട്ടിന്ന് പോയെന്ന് തന്നെ ഞാൻ പറയുക. കാരണം അന്നാണ് ഞാൻ സത്യദൈവത്തെ തിരിച്ചറിയുന്നത്. എന്റെ കണ്ണിന്റെ മുമ്പിൽ പലതും ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള എന്റെ തെളിവുകൾ, പല അത്ഭുതങ്ങൾ അതിശയങ്ങളൊക്കെ ഞാൻ കണ്ണിന്റെ മുമ്പിൽ കണ്ടു. അന്നാണ് ഞാൻ അറിയുന്നത് കർത്താവ് ഇന്നും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് റിയലൈസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു അവസരം. അന്ന് രാത്രി അവരുടെ വീട്ടിൽ കിടന്നു. പിറ്റേ ദിവസം അവിടുന്ന് ജോലിക്ക് വന്നു. പിന്നെ ശനിയാഴ്ച അവിടുന്ന് വീണ്ടും പോയി. ശനിയാഴ്ച അവിടുത്തെ അറ്റൻഡ് ചെയ്ത് വെച്ച് അന്ന് രാത്രി അവരുടെ വീട്ടിൽ കിടന്നിട്ട് സൺഡേ അവർ പോകുന്ന സെന്റ് മൈക്കിൾസ് ചർച്ച് എന്ന് പറഞ്ഞ ആ ചർച്ചിൽ അവരുടെ കൂടെ സർവീസിന് പോയി. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ അതെനിക്ക് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ചലനം ഉണ്ടാക്കി എന്ന് വേണം പറയാനായിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് ഒരു സെർച്ചിങ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കാനും വായിക്കണം എടുക്കണം എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ കടന്നു വന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ എൻ്റെ ഹസ്ബൻഡിന്റെ പ്രപ്പോസൽ. അപ്പം പുള്ളി ഓൾറെഡി രക്ഷിക്കപ്പെട്ട ആളാണ്. പിന്നെ തന്നെയല്ല എല്ലാം ഒറ്റ ബൈബിൾ ഇത് പ്രെയർ മീറ്റിംഗ് ഒന്നും മിസ് ചെയ്യാതെ എല്ലാത്തിനും അറ്റൻഡൊക്കെ ചെയ്യുന്ന. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളിയുടെ ഫാദർ എൻ്റെ അമ്മായിയപ്പൻ സുവിശേഷ പ്രവർത്തകനാണ്. അപ്പച്ചന് നല്ല ജോലി ഉണ്ടായിരുന്നതാണ്, പക്ഷെ ബ്രിഗേഡിയർ ആയിരുന്നു. ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അപ്പച്ചന്റെ ഫാദറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് 2 ആൺമക്കൾ, ഒരാൾ എയർഫോഴ്സിൽ ഒരാൾ ഇതിലുമായിരുന്നു. അപ്പം മൂത്തയാള് ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം സുവിശേഷകനായി മാറിയതാണ്. എനിക്ക് അതൊന്നും അറിയത്തില്ല. നമ്മൾ ഈ വീട്ടിലെ പ്രപ്പോസലൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. അത് കഴിഞ്ഞ് അപ്പൊ അപ്പച്ചന്റെ ജോലിയോടുള്ള ബന്ധത്തില് പുത്തൻകുരിശ്, എറണാകുളം പുത്തൻകുരിശിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവർ സാൽവേഷൻ ആർമിയുടെ ഒരു ഹോസ്പിറ്റലാണ് അവിടെ. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ്, സൂപ്രണ്ടന്റ് ആയിട്ടാണ് അപ്പച്ചൻ ജോലി ചെയ്തിരുന്നത്. പിന്നെ സുവിശേഷ പ്രസംഗം കാര്യമൊക്കെ സാറ്റർഡേ സൺഡേ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞ വീട്ടിൽ അവര് കാണാൻ പോയി, എന്റെ ഫോട്ടോ കണ്ടു, അവര് എല്ലാം സംസാരിച്ചു. എന്റെ ഗ്രാൻഡ് ഫാദറിനാണ് എനിക്ക് 16 വയസ്സായ മുതൽ കല്യാണം ആലോചിക്കുന്ന പറച്ചിലായിരുന്നു. അപ്പൊ ചെന്നതൊരു 87 ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വീട്ടിൽ ഞാനാണല്ലോ മൂത്ത ആൾ. അപ്പം കല്യാണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അപ്പച്ചന്റെ ഈ എന്റെ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആളെയും അവരുടെ കുടുംബത്തില് അവരൊരു 6-7 പേര് പോയി കാണാനായിട്ട്. അപ്പൊ എല്ലാരെയും ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞ അപ്പച്ചനും സന്തോഷമായി. കഴിഞ്ഞ് പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോയും ഒരു ബ്രദർ ഇൻ ലോയും എന്നെ ഒന്നുകൂടെ വന്ന് കണ്ടു. എല്ലാം ബാംഗ്ലൂരാ വന്ന് കാണുന്നവർ. അവരുടെ ആന്റിയുടെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം അത് ഏപ്രിൽ മാർച്ച് മാസം ഒരു മാസത്തോളം എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഇച്ചിരി സുഖമില്ലാതായെന്ന് ഞാൻ വാർദ്ധക്യത്തിന്റെ ഇതാണ് 89 അപ്പം അപ്പച്ചൻ അന്നേരം ഒരു കിടപ്പാണ്, വരെ മരുന്നും കാര്യമൊന്നുമില്ല, ഇങ്ങനെ ഒരു വയ്യാത്ത സ്റ്റേജ്. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ സ്വപ്നത്തില് എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി എന്ന് പറഞ്ഞൊരു സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് ഭയങ്കര കരച്ചിലും ബഹളവും. അന്ന് ഫോണും കാര്യമൊന്നും ഇല്ലല്ലോ, ഫോണില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊന്ന് എഴുത്തെഴുതാനും അല്ല പിന്നെ ടെലിഗ്രാം എന്തെങ്കിലും വരണം. അപ്പൊ എനിക്കൊരു വലിയ മനപ്രയാസമായിരുന്നു, എന്താ ഇങ്ങനെ സ്വപ്നം കണ്ടത്. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മാച്ചനോടൊക്കെ പറഞ്ഞു, എന്താണെന്നറിയില്ല അപ്പച്ചൻ, നീ അങ്ങനെ സ്വപ്നം കണ്ടെന്ന് വിചാരിച്ച അപ്പച്ചൻ മരിക്കണമെന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് 5-ാം ദിവസം എനിക്ക് എഴുത്ത് വന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി, അടക്കം കഴിഞ്ഞു എന്ന് പറഞ്ഞ എൻ്റെ ഫാദർ അയച്ചു. അങ്ങനെ ആദ്യമായിട്ടൊരു കാര്യം ഞാൻ സ്വപ്നത്തിൽ അന്ന് കണ്ടത് സത്യമായിട്ട് ആയി. വലിയ സങ്കടമായിരുന്നു എനിക്കത്. പിന്നീട് ഞാൻ 40-ാം ദിവസത്തിന് നാട്ടിൽ പോയി. നാട്ടിൽ ചെല്ലുമ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പം എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത ചേട്ടൻ, എൻ്റെ ഫാദറിന്റെ മൂത്ത ചേട്ടൻ അപ്പച്ചൻ അങ്ങനെ പറഞ്ഞു, അവള് ലീവിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ കല്യാണക്കാര്യത്തെ കുറിച്ച് അങ്ങ് അപ്പച്ചനും ആഗ്രഹമായിരുന്നല്ലോ, അതൊന്ന് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞു. പിന്നെ എൻ്റെ ഫാദർ പോയി അവരോട് സംസാരിച്ചെടുത്ത് ഞാൻ ലീവിൽ തിരിച്ചു പോരുന്നതിന് മുമ്പ്, അതായത് മെയ് 19 ഞാൻ ഏപ്രിലാണ് അങ്ങോട്ട് നാട്ടിൽ പോയത്. മെയ് 19 എൻ്റെ വിവാഹം കഴിഞ്ഞു. മെയ്
10th എൻഗേജ്മെന്റ് വെച്ചു. 19 വിവാഹം കഴിഞ്ഞു റിസപ്ഷന്. പിന്നെ അപ്പച്ചന്റെ ജോലി സ്ഥലത്ത് അവിടെ ഒരു റിസപ്ഷൻ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വന്നിട്ട് ഇവിടെ ഹോട്ടലിൽ വെച്ചൊരു റിസപ്ഷൻ. ഇത്രയെല്ലാം ചെയ്ത് ഇട്ടൊക്കെ അവസാനം ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയെല്ലാം നീ ചെയ്തേച്ച് ഇത്ര വേഗം അങ്ങ് വിളിച്ചോണ്ട് പോയതാന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു വരുമ്പം എൻ്റെ ഫാദറിലോ പുള്ളി അതിന് ഒരു 2 വർഷം മുമ്പ് UK പോയിട്ട് ഒരു 6 മാസം ട്രെയിനിങ് ഒക്കെ എടുത്ത് ഈ തിയോളജിയുടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടൊക്കെയാ വന്നത്. അപ്പൊ അപ്പച്ചൻ വരുന്ന സമയത്ത് എനിക്കൊരു ക്ലോക്ക് അവിടുന്ന് കൊണ്ടുവന്ന ഒരു ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന പോലത്തെ ഒരു ടൈം പീസ് തന്നു. എന്നിട്ട് പറഞ്ഞ് ഇത് രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റ് ജോലി ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് വിട്ടത്. എന്തായാലും ഒത്തിരി സ്നേഹമുള്ള അപ്പച്ചന. മൊത്തത്തിൽ ഞങ്ങള് ബാംഗ്ലൂരിൽ വന്നു. അത് കഴിഞ്ഞ് ഒരു ആദ്യം ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡ് ട്രാൻസ്ഫർ ആയി. അതും നോർത്ത് ഇന്ത്യയിലേക്ക് ദേവലാലി, ബോംബെ ദേവലാലിയിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പം ഞാന് ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് എഴുതിയിട്ട് എൻ്റെ ബ്രദർ അന്നേരം അവന് PUC കഴിഞ്ഞിട്ട് ഡിപ്ലോമയ്ക്ക് ചേരുന്ന ആ സമയം. പക്ഷെ അവന് ഡിഫൻസിൽ ചേരണം എന്ന് വലിയ ആഗ്രഹം, എയർഫോഴ്സ് ചേരണം. പിന്നെ ഹസ്ബൻഡിന്റെ അനിയനും BCom കഴിഞ്ഞിട്ട് അവനും ജോലി ആയിട്ടില്ല. അപ്പൊ അവർ രണ്ടുപേരെയും കൂടെ വരുത്തി എനിക്ക് കൂട്ടിന്. എന്നിട്ട് എൻ്റെ ബ്രദർ ഇവിടെ ഈ എമർജൻസി പീരീഡ് ആയതുകൊണ്ട് അവന് റിക്രൂട്ട്മെന്റ് ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ എയർഫോഴ്സിൽ ചേരാനൊത്തില്ല. അവൻ പിന്നെ ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡിൽ ചേർന്നു. പക്ഷെ അതിന്റെ കൂടെ എൻ്റെ അമ്മാച്ചന് ബിസിനസ് ഉണ്ടായിരുന്നോണ്ട് അവര് ഫർണിച്ചറിന്റെ ബിസിനസ്, അതിലൊക്കെ അവന് ട്രെയിനിങ്ങും കാര്യമൊക്കെ എടുത്ത് അവരുടെ കൂടെയൊക്കെ നിന്നു. മറ്റേ എൻ്റെ ബ്രദറിലെ വന്നിട്ട് അന്നേരം ബിസിനസ് മാനേജ്മെന്റ് ഡിപ്ലോമ മാത്രമേ ഉള്ളൂ, 1 year ഡിപ്ലോമ. അവൻ അത് പഠിച്ചിട്ട് നാട്ടിലേക്ക് പോയി. നാട്ടിൽ പിന്നെ ജോലിയായി, ഇൻഷുറൻസിന്റെ ഇതിൽ ജോലിയായി. എൻ്റെ ബ്രദർ കംപ്ലീറ്റ് ബിസിനസ് ലൈനിലേക്ക് മാറി. അങ്ങനെ മൊത്തത്തില് എൻ്റെ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആയി അവിടെ പോയി കഴിഞ്ഞുള്ള കാര്യങ്ങൾ പറഞ്ഞാല് അന്നേരം എനിക്കിനി മക്കളൊന്നും ആയിട്ടില്ല, കല്യാണം കഴിഞ്ഞ 1 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞ് നീ ബോംബെക്ക് വരാൻ പറഞ്ഞു. അപ്പൊ അന്ന് നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ ഡയറക്റ്റ് ഇല്ല. ഒന്നെങ്കിൽ നമ്മള് മീറജിൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെ ഒരു ട്രെയിൻ പിടിച്ചു പോകണം, അല്ലെങ്കിൽ ഹൈദരാബാദ് വഴി ആണെങ്കിലും അവിടെ സെക്കന്ദരാബാദിൽ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് ട്രെയിൻ പിടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ, ഞാൻ വരത്തില്ല ഇങ്ങനെ ഇത്രയും ട്രെയിൻ യാത്രയിൽ. അത് ബോംബെ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര പേടിയാ, നല്ല ന്യൂസുകളൊക്കെ അന്ന് കേൾക്കുന്നത്, അത് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പോവുക എന്ന് പറയും. അപ്പൊ ഞാൻ വരില്ല എന്ന് പറഞ്ഞതിന് ഒരു ഫൈൻ ഡേ ഞാൻ നോക്കുമ്പോൾ എന്റെ ജോലി സ്ഥലത്തേക്ക് ഒരു കൊരിയർ, അന്നൊക്കെ രജിസ്റ്റേർഡ് പോസ്റ്റ് പോസ്റ്റ്മാൻ്റെ അടുത്ത് കൊണ്ടു. ഞാൻ വിചാരിച്ചു എനിക്ക് ആരെ രജിസ്റ്റേർഡ് പോയി എടുത്ത് നോക്കുമ്പോ എന്റെ ഭർത്താവ് അയച്ചിരിക്കുന്നത്. നോക്കുമ്പോ അതിനകത്തൊരു എയർ ടിക്കറ്റും അതിനൂടെ ഒരു സിൽക്കിന്റെ ഒരു സ്കാർഫും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ലെറ്ററും, എങ്ങനെ ചെല്ലേണ്ടെന്ന്, ഫ്ലൈറ്റിൽ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളെ കുറിച്ചും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വായിക്കേണ്ട 91-ാം സങ്കീർത്തനവും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിനെ വായിക്കണം, എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ എൻ്റെ ബ്രദർ എയർപോർട്ട് വരെ വരും. പക്ഷെ എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമല്ലോ. അപ്പൊ അതിന് മുമ്പ് ഞങ്ങളുടെ നമ്മൾ ടിക്കറ്റ് കൺഫർമേഷന് വേണ്ടിയിട്ട് അന്നേരം ഞങ്ങളുടെ മാനേജറുടെ ഓഫീസിൽ മാത്രമേ ഫോണുള്ളൂ, ലാൻഡ്. അപ്പൊ പുള്ളിയെ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാറേ ഇതൊന്ന് എനിക്ക് പോണേന് 2 ദിവസം മുമ്പ് ഇങ്ങനെ കൺഫർമേഷൻ വേണമെന്ന് പറഞ്ഞത്. പുള്ളിയൊക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ സിറ്റിന്ന് എയർ ഇന്ത്യയുടെ ഓഫീസിന്റെ അവിടെ നിന്ന് ബസ്സുണ്ട്, അതിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി തന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞ്, നീ എത്ര ഭാഗ്യവതിയാ, ഇത്ര ചെറിയ പ്രായത്തിൽ നീ ഫ്ലൈറ്റ് കയറുന്നത്, ഞങ്ങളൊക്കെ നോക്കി ഇത്രയും ഒക്കെ വലുതായിട്ട് ഒരു പ്ലെയിനകത്ത് കയറാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞത് സാറേ എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിലായതുകൊണ്ട് എനിക്ക് കൺസെഷൻ കിട്ടും, അതുകൊണ്ട് അല്ല എനിക്കിപ്പോ ഇങ്ങനെ പോകാനൊക്കെ തോന്നുന്നു. അന്നത്തെ ചാർജൊക്കെ അന്നത്തെ കാലത്തെ വെച്ച് എല്ലാ കാലത്തും ഫ്ലൈറ്റ് ചാർജ് കൂടുതലാണല്ലോ. പിന്നെ ശരി എന്ന് പറഞ്ഞ എൻ്റെ ബ്രദറും വന്ന് വരാൻ കഴിഞ്ഞ് പിന്നെ ഞാൻ ബോംബെ ചെന്ന് എൻ്റെ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞാണെങ്കിലും അവിടെ എല്ലാം അപ്പച്ചന്റെ കെയർ ഓഫില് നല്ല വലിയ ഡോക്ടർ, ഈ ഫോറിനേഴ്സ് താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, നമ്മുടെ ഹോട്ടൽ താജിന്റെ അടുത്ത്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്ത്. അവിടെ കോറമണ്ടൽ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഞങ്ങൾ ആദ്യം 2 ദിവസം താമസിച്ചത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാരായിട്ട്. പിന്നെ
അത് കഴിഞ്ഞ് പിന്നെ ഹോട്ടൽ എയർവേസ് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിൽ താമസിച്ചു. എൻ്റെ ബാംഗ്ലൂരിലുള്ള ഒരു ഫ്രണ്ട് വിവാഹം കഴിച്ച് ബോംബെയിലുണ്ടായിരുന്നു. പുള്ളിക്കാരിയും ഹസ്ബൻഡും കൂടെ ഞങ്ങളെ കാണാൻ വന്നു. പിന്നെ ഞങ്ങൾ ഒരു ദിവസം അവരുടെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഈ എയർഫോഴ്സ് ക്യാമ്പിലേക്ക് പോന്നു. എയർഫോഴ്സ് ക്യാമ്പിലാണെങ്കിലും ഞാൻ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. ശമ്പളം ഇല്ലാത്ത ലീവിലാണ് പോയിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, പോകാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ നാസിക്കും ഇവിടെ എല്ലാം പോയി. എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കാത്തലിക് ചർച്ച്, അത് ഇംഗ്ലീഷ് ചർച്ചാണ്, ഒരു ഇംഗ്ലീഷ് ബ്രിട്ടീഷേഴ്സ് പണിത് ഇംഗ്ലീഷ് ചർച്ച് മാത്രം. സൺഡേ സർവീസ് ഉണ്ട്. പിന്നെ എല്ലാ മലയാള ഇത് ആൾക്കാർ, ബന്ദിക്കോസ് ഉണ്ട്, മർത്തോമായ യാക്കോബ, എല്ലാവരും ചേർന്നിട്ടൊരു പാസ്റ്ററുടെ വീട്ടിൽ വെച്ച് ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും അതിന് പോവുമായിരുന്നു. അതെ, അവിടെ പോയി പ്രാർത്ഥിച്ചു എടുത്തൊക്കെ ഞാനിങ്ങ് പോന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് സ്നാനപ്പെട്ടു. ഞാനിവിടെ വന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കൺസീവ് ആയിരുന്നു. ഹസ്ബൻഡ് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് വിട്ടിട്ടാ തിരിച്ചു പോയത്. അത് കഴിഞ്ഞ് മോളുണ്ടായി, ആദ്യത്തെ മോള്. അത് കഴിഞ്ഞ് ആദ്യത്തെ മോളുണ്ടായി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ചെക്കപ്പ് ഒക്കെ ആണെങ്കിലും ഈ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എൻ്റെ ചെറിയ ബ്രദറിന് അന്ന് 6 വയസ്സേ ഉള്ളൂ. ഞങ്ങള് ഏജ് ഗ്യാപ്പ് ഒത്തിരി ഉണ്ട്, ഞങ്ങള് 4 പേരുമായിട്ട്. അപ്പം സ്കൂളിൽ പോകണം, കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ നാട്ടിലേക്ക് വന്നാൽ മതി. പക്ഷെ എനിക്ക് ആദ്യത്തെ 4 months ഛർദിൽ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ തീരെ വയ്യാത്ത കണ്ടീഷനായി. അപ്പൊ ഞങ്ങളുടെ ഓഫീസിലുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ എങ്ങനെ ഞങ്ങൾ ജോലിക്ക് വരുന്ന, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഹെൽത്ത് ഗ്രൗണ്ട്സ് നിങ്ങൾക്ക് ലോസ് ഓഫ് പേ ലീവ് കിട്ടും, നാട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. ഹസ്ബൻഡും ഇല്ലല്ലോ, പുള്ളിക്കാരനും ബോംബെയിലാ ഉള്ള. ഈ ആങ്ങളമാരോട് എന്നാ പറയാനാ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കുക്കിങ്ങും കാര്യമൊക്കെ ചെയ്യണമല്ലോ എല്ലാവർക്കും കൂടെ ഉള്ളത്. അപ്പൊ പിന്നെ ഞങ്ങളുടെ ട്രേഡ് യൂണിയന്റെ ഒരു റെപ്രസെന്റേറ്റീവ്, പുള്ളിക്കാരനും ഞങ്ങളുടെ മാനേജറുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ലെറ്റർ എന്നെ കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ലെറ്റർ എഴുതി കൊടുത്തു, ലീവ് ലെറ്റർ, ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട്. അപ്പൊ അവര് പറഞ്ഞു അതിന് തരത്തില്ല, മദർ സിക്ക് എന്നോ ഒക്കെ പറഞ്ഞാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്ത് ലീവ് സാങ്ഷൻ ചെയ്തു. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള അദ്ദേഹം ഒരു എക്സ് മിലിറ്ററി സാറ്, ഒരു മലയാളിയാണ്. അപ്പൊ നമ്മള് ലീവ് സാങ്ഷൻ ചെയ്ത് പോകുന്നതിന് മുമ്പ് വന്ന് എന്നെ കണ്ടു, വന്നിട്ട് ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ പോലെ സാർ എനിക്ക് വയ്യാത്തോണ്ടാന്ന്. എനിവേ 1 month ലീവ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. കോണ്ടാക്ട് അന്ന് നമ്പറില്ലല്ലോ, നാട്ടിലെ അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ പോയി നിന്ന് റെസ്റ്റ് എടുത്തു 1.5 മാസം. അതിനുശേഷം തിരിച്ചു വന്നു, ആരോഗ്യത്തോടുകൂടി തിരിച്ചു വന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് ഡെലിവറി സമയമാകുമ്പോൾ അവർ പറഞ്ഞു ഒരു 15 days 1 month ബിഫോർ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഡെലിവറി നാട്ടിലായോണ്ട് ട്രെയിനിൽ പോകണല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞ അതേ ഡേറ്റ് തന്നെയാണ് നാട്ടിൽ ചെന്നപ്പോഴും. എൻ്റെ മോൾ ഉണ്ടായത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതിനെ കഴിഞ്ഞ് 2 minute മുമ്പ് ഉണ്ടായി. ഞാൻ അത്രയും സിൻസിയർ ആയിരുന്നു. അപ്പൊ ഞങ്ങള് അവൾക്ക് സിൻസി എന്ന് തന്നെ പേര് വെച്ചു, സിൻസി മോൾ എന്ന് പറഞ്ഞിട്ട്. അത്രയും സിൻസിയർ ആയിട്ട് ഒരു 2 minute വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് അത് കണക്ക് പോലും കൂട്ടാൻ പറ്റില്ല. അങ്ങനത്തെ അത്ര ഇതായിട്ട് അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് 2 മാസം കഴിഞ്ഞാൽ വരാനൊത്തത്. കാരണം ഞാൻ കൊച്ചിനെ കാണാനൊക്കെ എയർഫോഴ്സിലെ ലീവൊക്കെ കിട്ടുന്നല്ലോ. അത് കഴിഞ്ഞ് ഒരു 2.5 മാസമായപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ തിരിച്ചു വന്നു. നാട്ടിൽ നിന്ന് ഒരു സെർവൻറ്റിനെ കൊണ്ടുവന്നു, ഒരു ലേഡി കൊച്ചിനെ നോക്കാനായിട്ട്. കഴിഞ്ഞ് പിന്നെ അങ്ങനെ മൂത്ത മോളുമായിട്ട്. അപ്പൊ മോൾക്ക് 1 വയസ്സാകാറായപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ബാപ്റ്റിസം എടുത്തത്. അത് ദേവലാലിയിൽ തന്നെയാണ് ബാപ്റ്റിസം എടുത്തത്. മോളുമായിട്ട് ഞാൻ ഒരിക്കൽ പോയി ഒരു 2 മാസം അവിടെ നിന്നായിരുന്നു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യും. തിരിച്ചു വന്നു കഴിഞ്ഞ് ഞങ്ങള് സെയിം പള്ളിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഞാൻ ഈ AG ചർച്ചിൽ നമുക്ക് സർവീസിന് പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് അവിടെ, അവർക്ക് ഗേറ്റ് പോലും ഇല്ല. എന്നിട്ട് ഗേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. ചെറിയ ഗ്രൂപ്പായിരുന്നു. പിന്നെ നമ്മുടെ സെയിം പള്ളിയിൽ തന്നെ പോകും. പക്ഷെ ആ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലുള്ള വിശ്വാസം തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പുള്ളി ഇത് സ്നാനമൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇവിടെ ബാംഗ്ലൂരിൽ ഉള്ള ഒരു CPM സിലോൺ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പിലെ 2 സിസ്റ്റേഴ്സ് എന്നെ കാണാൻ വന്നു. കഴിഞ്ഞ്
എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞ സിസ്റ്ററെ ഞാനും രക്ഷിക്കപ്പെട്ടതൊക്കെയാണ്, പക്ഷേ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. ഇങ്ങനെ എനിക്ക് ഒത്തിരി ജോലിയുടെ കാര്യങ്ങൾ തന്നെയല്ല, യാതൊരു മെച്യൂരിറ്റി വരാതെ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള ഇതുവരെയും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞ് സ്വർഗത്തിൽ പോകാനുള്ള പാസ്പോർട്ടാണ് ഈ ബാപ്റ്റിസം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാ, പാസ്പോർട്ട് മാത്രം പോരല്ലോ, വിസയും വേണമല്ലോ പോണെങ്കിൽ. അപ്പം പിന്നെ ഞാൻ എടുത്തോളാം, ഇപ്പം കാര്യങ്ങളൊക്കെ അങ്ങനെ പോട്ടെന്ന് പറഞ്ഞു. പക്ഷേ അവര് പോയിട്ട് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞ് അറിഞ്ഞു അതിലൊരു സിസ്റ്റർ വന്നിട്ട് ഒരാളുടെ കൂടെ കല്യാണം കഴിച്ചു പോയി, അവർ സുവിശേഷ വേല വിട്ടിട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ച് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനെ ആ വേലയെന്നും പറഞ്ഞ് വെള്ള വസ്ത്രം ധരിച്ച് അതിനായിട്ട് പോകണമെങ്കിൽ അതിന് പ്രത്യേകം വിളിയും കാര്യമൊക്കെ ഇല്ലാതെ നടന്നാലൊന്നും കാര്യം നടക്കത്തില്ല. ഇത് നമ്മുടെ ജോലി സ്ഥലത്തും ഞാൻ ഓർക്കാറുണ്ട്, ഒരു ചെറിയ പ്രായം മുതൽ ഒരു ചെറിയ കള്ളം പോലും പറയാനായിട്ട് ഞങ്ങളെ അനുവദിക്കത്തില്ല. നമ്മൾ അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഇച്ചിരി പേടി ഉണ്ടായിരുന്നുള്ളതാണ്, എന്തെങ്കിലും ഒന്ന് പറയാനോ എടുക്കാനോ ഒക്കെ. അപ്പം പിന്നെ മോളുടെ ഒരു 2-2.5 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഹസ്ബൻഡിന് പിന്നെ മിസോറാമിലേക്ക് ട്രാൻസ്ഫർ ആയി, ഐജിലേക്ക്. അപ്പൊ ഈ പുള്ളിക്ക് എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇവിടെ ഉള്ള അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യമൊക്കെ വരും. ഞാനൊരു 1-2 പ്രാവശ്യം അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ നമുക്ക് ഈ അന്ന് ഫോണില്ലല്ലോ, ടെലിഫോൺ ഇതില്ല, എഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ എഴുത്തിൽ കൂടെ നമ്മൾ കാര്യങ്ങൾ അറിയും. പക്ഷെ പുള്ളി എഴുതെഴുതുമ്പോൾ ആദ്യം ഒരു ദൈവവചനം എഴുതും, അതിനുശേഷം ബാക്കി എഴുത്തെഴുതത്തുള്ളൂ. ഇല്ലെന്തായാലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാനത് വായിക്കും, ഞാൻ ബൈബിളിൽ മാർക്ക് ചെയ്ത് വെക്കും അത്, എന്നിട്ട് പിന്നെ അതെടുത്ത് വായിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഐജിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴേക്ക് എൻ്റെ ബ്രദർ എൻ്റെ അങ്കിളിന്റെ കൂടേക്ക് താമസം മാറി. മറ്റേ ബ്രദറിന്റെ നാട്ടിൽ പോയായിരുന്നല്ലോ ഓൾറെഡി. അപ്പൊ നാട്ടിൽ നിന്നുള്ള സെർവൻറ്റ് അവരും തിരിച്ചു പോകേണ്ടി വന്നു, അവരുടെ മകന്റെ കൊച്ചിനെ നോക്കാൻ, അങ്ങനെ എന്തോ ആയിട്ട്. പിന്നെ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നൊരു കൊച്ചിനെ കൊണ്ടുവന്ന്, ആ കൊച്ചാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും 2 വർഷത്തേക്ക് അവിടെ ആയതുകൊണ്ട് പോസ്റ്റിങ്. അപ്പൊ അവര് എയർഫോഴ്സുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളോട് ക്വാർട്ടേഴ്സിൽ പോകാൻ അലോട്ട്മെന്റ് തരും, എന്നിട്ട് അവിടെ പോയി താമസിക്കണം. കാരണം ഇവര് അന്ന് ഒത്തിരി ഡിസ്റ്റർബൻസ് ഉള്ള സമയമാണ് ഈ മിസോറാമിലൊക്കെ, നോർത്ത് ഈസ്റ്റ് നാഗാസിന്റെ പ്രശ്നവും കാര്യമൊക്കെ ഉള്ള ടൈമാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ ക്വാർട്ടേഴ്സിൽ പോകുന്ന കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ക്വാർട്ടേഴ്സിൽ നിന്ന്, എയർഫോഴ്സിന്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് ജോലിക്ക് വരാനായിട്ട് ബസ്സിൽ വരണം, തന്നെയല്ല ദൂരമാണ്. ഇതാണ് ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കമ്പനി. അപ്പം തന്നെയല്ല പിള്ളേര് ചെറിയ കൊച്ചുങ്ങളാണ്, അവരെയും കൊണ്ട് അന്നും 2ാമത്തെ മോൾ ഉണ്ടായിട്ടില്ല, മൂത്ത മോള് മാത്രമേ ഉള്ളൂ. അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ക്വാർട്ടേഴ്സ് അവിടേക്ക് പോയില്ല. ക്വാർട്ടേഴ്സിൽ പോവാതെ ഞങ്ങൾ വാടക വീട്ടിൽ തന്നെ താമസിച്ചു. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഈ നമുക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് അച്ഛനും ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് വരും, നമ്മുടെ ഏരിയ മെമ്പറൊക്കെ വന്ന് അന്വേഷിക്കുക എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ എമർജൻസി കാലം കഴിഞ്ഞു. പക്ഷെ പിന്നെ പുതിയ ഇതൊക്കെ വന്ന് കുറച്ചുകൂടെ ഫ്രീഡം ഒക്കെ ആയി. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഒരു പ്രൊപ്പോസൽ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ദിവസം വരെ എഴുതാം, നീ അന്നേരം അതിന് ഡെയിലി അതിന് റിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്നും നമ്മള് സംസാരിക്കുന്ന പോലുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാവും. അപ്പൊ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം ലെറ്റർ ബോക്സ് നോക്കുമ്പോൾ ഒരു എഴുത്ത് കാണും. പുള്ളിക്കാണെങ്കിൽ അവിടെ അവർ ഓപ്പൺ ചെയ്ത് വായിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ, അങ്ങനത്തെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഹസ്ബൻഡ് എല്ലാ ദിവസവും ഒരു എഴുത്ത് എനിക്ക് എഴുതും, ഞാൻ അതിന് റിപ്ലൈ എല്ലാ ദിവസവും തിരിച്ചെഴുതണം എന്നാണ്. അപ്പം ഹസ്ബൻഡ് എഴുതുമ്പോൾ ആദ്യം ഒരു വേദവാക്യം എഴുതും, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ എഴുതുന്നത്. ഞാൻ അതുപോലെ തിരിച്ചെഴുതുമ്പോൾ എനിക്ക് അത്രയും ബൈബിൾ നോളജ് ഒന്നും ഇല്ല, എന്നാലും എനിക്ക് അറിയാവുന്ന വാക്യം എഴുതും. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എഴുതി. അങ്ങനെ ഹസ്ബൻഡിന് അവിടെ എഴുത്ത് ചെല്ലുമ്പോൾ ആ എഴുത്ത് അവര് ഓപ്പൺ ചെയ്ത് വായിച്ചിട്ട് പുള്ളിക്ക് കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ, അത്ര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് വേറെ ഒരു കാര്യങ്ങളോ എഴുതാൻ പറ്റത്തില്ല അതിനകത്ത്. അത് വളരെ ലാംഗ്വേജ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും. അപ്പം എൻ്റെ അപ്പച്ചൻ, ഫാദർ ഇൻ ലോ ആണെങ്കിലും ഞങ്ങൾ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഫാദർ ഇൻ ലോ എഴുതുന്ന ലെറ്റർ വരും, പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന എഴുതി, അതിലെ കാര്യങ്ങളൊക്കെ പുള്ളി അറിയിക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദിവസം ഓരോ എഴുത്ത് എഴുതുന്നോണ്ട് ദിവസം നമ്മൾ സംസാരിക്കുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും ഇങ്ങനെ PNDക്ക്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇത്രയും പൈസ 2 വർഷം ദിവസം ഓരോ ലഞ്ചിനുള്ള
കാശ് വല്ല കവറിനുള്ള കാശ് കൊടുത്തിരിക്കുന്ന വേറെ ആരും കാണത്തില്ലെന്നുള്ള ഞാനപ്പം വിചാരിച്ചു. അതുപോലെ പക്ഷെ അത് ഞങ്ങൾക്കൊരു ദൈവാനുഗ്രഹം തന്നെയായിരുന്നു. കാരണം നമ്മള് അടുത്തുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ആള് കൂടെ ഇല്ലേലും. അപ്പൊ ഈ അവിടെ ആകുമ്പോ എന്താന്ന് വെച്ചാൽ വർഷത്തിൽ 2 പ്രാവശ്യം ലീവ് കൊടുക്കത്തുള്ളൂ, ഒരു പ്രാവശ്യം ലീവ് കൊടുക്കുള്ളൂ. 6 മാസം കഴിയുമ്പോ ഒരു 1 മന്ത് ലീവ് കൊടുക്കും. അത് 1 മന്ത് ഫുള്ള് കിട്ടത്തില്ല, അതിന് യാത്ര തന്നെ ആകും 6 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 3 ദിവസം വെച്ചിട്ട്. അപ്പൊ പുള്ളി കൽക്കട്ട വരെ ഫ്ലൈറ്റിന് വന്നേച്ച് പിന്നെ കൽക്കട്ടയിൽ നിന്ന് ചെന്നൈ വന്ന് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരും, അങ്ങനെ ആയിരുന്നു. അപ്പൊ ഒരു ദിവസം സേവ് ആകും അങ്ങനെ യാത്ര. അങ്ങനെ ഒരു വർഷം ഈ 2ാമത്തെ വർഷം ആയപ്പോഴേക്കും എനിക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഞങ്ങളുടെ ജോലിയിലാണേലും ഈ ഡിഫൻസിനോട് റിലേറ്റഡ് ആയതുകൊണ്ട് അവിടെ ഈ എമർജൻസി ഇതൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെതായ ഒരു സ്ട്രെസ്സും കാര്യമൊക്കെ ഉണ്ട്. അവര് ചില വർക്കുകൾ പെട്ടെന്ന് വേണ്ടിയൊക്കെ. അപ്പൊ സൺഡേസിൽ നമുക്ക് ഓവർ ടൈം ചെയ്യാൻ പറയും, ഈ അർജന്റ് ഉള്ള സാധനങ്ങള് ഈ റഡാറിന്റെ ഇതില്. അപ്പം ഞാൻ ഒരു സൺഡേ പോയി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ സൺഡേ ജോലിക്ക് പോകണ്ട, വൈകുന്നേരവും നീ സ്റ്റേ ബാക്ക് ചെയ്യണ്ട, നീ വീട്ടിൽ വന്നാൽ മതി, കിട്ടുന്ന പൈസ മതി. പക്ഷേ സൺഡേ ജോലിക്ക് പോയിട്ട് നമുക്കൊന്നും സമ്പാദിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഡബിൾ പേയ്മെന്റ് ആണല്ലോ സൺഡേ ആകുമ്പോൾ. പക്ഷെ ഞാൻ പിന്നെ വോട്ടിങ് ചെയ്യാൻ പുള്ളി മരിച്ചു ഞാൻ ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. അപ്പം അന്നേ ഹസ്ബൻഡ് എന്നാ പറയുന്നു അത് അതുപോലെ അനുസരിക്കും ഞാൻ. കാരണം എനിക്ക് എന്തോ അങ്ങനെ ഒരു ഹൃദയം ദൈവം തന്നിട്ടുണ്ടായിരുന്നു, പൈസയോടൊന്നും വലിയ ആർത്തിയൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട്. അങ്ങനെ പിന്നെ 2 വർഷത്തെ പോസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേന് അവർ ഓപ്ഷൻ ചോദിക്കും. ഞാൻ അതത്ര പിന്നെ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം അതാ ഞാൻ വിട്ടത്. ഈ ഹസ്ബൻഡ് ദൂരെ ആകുമ്പോ അവരെങ്ങനെയാന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ സാലറിന്ന് അവരെഴുതി കൊടുക്കണം എത്ര എമൗണ്ട് എന്ന്. അത് വന്നിട്ട് ഇവിടെ നമുക്ക് മന്ത് തികയുന്നതിന് മുമ്പ് ഫസ്റ്റ് എനിക്ക് എവരി മന്ത് 28th ആകുമ്പോഴേക്ക് എന്റെ വർക്ക് സ്പോട്ടിൽ കൊണ്ടുവന്ന് തരും പൈസ, മണി ഓർഡർ. അപ്പം അന്നത്തെ കാലത്ത് എനിക്ക് 300 rupees ആയിരുന്നു. അപ്പൊ ശമ്പളം ഞങ്ങൾക്ക് 7th ആക്ച്വലി കമ്പനിയിൽ കിട്ടുന്നത്. പക്ഷേ ഞാൻ ഇരിക്കുന്ന സ്പോട്ടിൽ പോസ്റ്റ്മാൻ വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് തരും എല്ലാ മാസവും ഈ 300 രൂപ. അതങ്ങനെ ഫാമിലിയെ കെയർ ചെയ്യും. പിന്നെ എന്തോ ഈ റേഷൻ അലവൻസ് അത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പ്രൊവിഷനും കാര്യമല്ല, അത് പിന്നെ നമ്മൾ പോയി കളക്ട് ചെയ്യണം. അങ്ങനെ ഈ അക്കോമഡേഷൻ ആണ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ക്വാർട്ടേഴ്സിൽ പോയില്ല, ഞാൻ ഇവിടെ തന്നെ താമസിച്ചോണ്ടിരുന്നു. പക്ഷേ എപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുമായിരുന്നു. കാരണം നമുക്ക് വേറെ ന്യൂസ് പേപ്പറിൽ വരുന്ന കാര്യങ്ങളല്ലാതെ ഒന്നും അറിയത്തില്ല, അതിലൊന്നും ക്ലിയർ ആയിട്ടൊന്നും വരത്തില്ലല്ലോ, ഇവര് എവിടെ ഉണ്ടെന്നാന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സ്വപ്നം കണ്ട്, എൻ്റെ ഹസ്ബൻഡിന് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പം എനിക്ക് വലിയ വിഷമായി. പിറ്റേ ദിവസം ജോലിക്ക് വന്നിട്ട് ഞാനിങ്ങനെ കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്തപ്പം അവിടെ കുറച്ച് സീനിയേഴ്സ് മലയാളീസ് ഉണ്ട് ഈ റഡാർ ഡിവിഷനിൽ. അപ്പം മിക്കവാറും എല്ലാവരും ഹിന്ദുസ് ഒക്കെ തന്നെയാ. പക്ഷെ എന്നാലും അതിൽ ചില ചേച്ചിമാര് വന്നിട്ട് എന്നെ പറ്റി എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. ഞാനപ്പൊ ഈ ഇങ്ങനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഒരു ആന്റി, എലിസബത്ത് ആന്റി എന്ന് പറഞ്ഞിട്ട് മർത്തോമ പള്ളി പോണ ആന്റി പറഞ്ഞു, അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും വരുത്തത്തില്ല, അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ഒന്നും ആവത്തില്ല, ഇവിടെ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ സമാധാനമായിട്ടിരുന്നു, ഞാൻ കുറച്ച് ധൈര്യപ്പെട്ടു അവരുടെയൊക്കെ വാക്ക് കേട്ടപ്പോ. പക്ഷെ എന്റെ പാസ്റ്ററെ എഴുത്ത് വന്നപ്പോ എന്റെ ഹസ്ബൻഡിന് ഹെലികോപ്റ്റർ ആക്സിഡന്റ് ആയിരുന്നു. അവര് 5 പേരുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് പുള്ളിക്ക് ഇവിടെ ഒരു 5 സ്റ്റിച്ച് ഉണ്ടായിരുന്നു താടിയുടെ താഴെ. പക്ഷെ ഒരു ഇച്ചിരി താന്നിരുന്നെങ്കിൽ ആ മെയിൻ നെർവിൽ ടച്ചായിട്ട് എന്തെങ്കിലും ആയിപ്പോയത് പുള്ളിക്ക്. ദൈവം കരുതി, ദൈവം കാത്തു എന്ന് പറഞ്ഞാൽ മതി. അപ്പം ആർക്കും തന്നെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം, ഒരാൾക്ക് മറ്റെന്തോ കുറച്ച് സീരിയസ് ആയിട്ടായി, ബാക്കിയുള്ളത് പക്ഷെ മരിച്ചില്ല ആരും. അപ്പൊ ഹെലികോപ്റ്റർ ഇങ്ങനെ ആക്സിഡന്റിൽ പെട്ടതായത്. അപ്പൊ ഹസ്ബൻഡിന് എന്തായാലും കോക്പിറ്റിന്റെ തൊട്ട് ബാക്കിലും കണ്ട പുള്ളി ഇരുന്ന്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഇതായി. എന്തായാലും 5 സ്റ്റിച്ച് കൊണ്ട് പിന്നെ റെസ്റ്റും കാര്യമൊക്കെ കൊണ്ട് എല്ലാം മാറി. പിന്നെ പുള്ളി ലീവിൽ വന്നു ഇങ്ങനെ വയ്യാതായപ്പോ. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കും കർത്താവ് ഇതെല്ലാം മുൻകൂട്ടി എന്നോട് ഒരു ഇൻഡിക്കേഷൻ തരുന്നുണ്ട്, ഇന്നതാകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഞാൻ എൻ്റെ ഫാദറിൻലോയോട് ഇങ്ങനെ, ഫാദറിൻലോ ഒരിക്കലും ഞങ്ങളുടെ നാട്ടിൽ പുള്ളി നിർബന്ധമാണ് വർഷത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ ചെന്നിരിക്കണം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും പോകും 2 പ്രാവശ്യം. ഒന്ന് പിള്ളേർക്ക് ലീവുള്ള സമയം, ആ വെക്കേഷൻ ടൈമോ, ഇനി ഒന്ന് ക്രിസ്മസ് സമയത്തോ അല്ലെ ഓണത്തിന് സാറിന് പോകാറില്ല, ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഹസ്ബൻഡിന് ലീവ് കിട്ടുന്ന അതനുസരിച്ച് ഞങ്ങൾ പോകും. അപ്പൊ ഒരു പ്രാവശ്യം അപ്പച്ചന്റെ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോ 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം
അതിനെ ഒത്തിരി സ്പർശിച്ചു. അപ്പൊ ഞാന് അത് കഴിഞ്ഞിട്ട് അപ്പച്ചനോട് ചോദിച്ചു, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഞാൻ ചോദിച്ചു വീട്ടിൽ വന്നപ്പോൾ, അപ്പച്ച ഇങ്ങനെ പ്രസംഗിച്ചതിൽ എനിക്ക് ഇങ്ങനെ സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ 2-3 കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, അതൊന്നും കൊച്ചിന് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ തിയോളജി കാര്യമൊന്നും മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഇല്ലെന്നുള്ളതായിരിക്കാം എന്തോ മൊത്തത്തില്. അത് കഴിഞ്ഞ് പിന്നെ ഒരു അന്വേഷണ സ്വഭാവത്തോടുകൂടി ബൈബിള് വായിക്കുന്ന ഒരിതിലേക്ക് വന്നു. അപ്പൊ എനിക്കൊരു ഇമ്മീഡിയറ്റ് നെയ്ബർ, ഈ ഹസ്ബൻഡ് ദൂരെ ഉണ്ടായിരുന്ന സമയത്ത്, ഈ ഐസലിലുള്ള സമയത്ത് ഒരു പുള്ളിക്കാരി ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ PhD ചെയ്യാനായിട്ട് വന്നതാണ്, ആന്ധ്രയിൽ നിന്ന്. ബ്രാഹ്മിൺ ലേഡി ാണ്, സരോജിനി എന്ന പേര്, സരോജിനി റാവു. പുള്ളിക്കാരി ഫാദറും കൂടെ വന്നു. പക്ഷേ ഫാദറിന് ജോലിയുള്ളതുകൊണ്ട് തിരിച്ചു പോകണം. അപ്പൊ ഈ പുള്ളിക്കാരിയെ വീടെടുത്ത്, ഞങ്ങളുടെ തൊട്ടടുത്ത കോമ്പൗണ്ട്, അപ്പൊ അവിടെ താമസമായി. അപ്പം എന്നോട് പുള്ളിക്കാരി വർത്താനം പറയും. എനിക്ക് തെലുങ്ക് അറിയത്തില്ല, കന്നഡ അറിയാം, പക്ഷെ പുള്ളിക്കാരി കന്നഡ അറിയില്ല. അപ്പൊ ഞങ്ങൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ വർത്താനം പറയും. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ അവർക്ക് കന്നഡ പഠിച്ച് ഒരു ഇതായിട്ട് അങ്ങനത്തെ ഒരു ഇതില്. അപ്പൊ എന്നോട് ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മള് ദൈവത്തെ, ഞാൻ ആരോ പുതുതായിട്ട് പരിചയപ്പെട്ടാൽ അവരോട് നമ്മുടെ ദൈവത്തെ കുറിച്ചൊന്ന് പറയാൻ നോക്കും. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ എന്തോ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, യു ഗീവ് മീ ദ ബൈബിൾ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എൻ്റെ അടുത്ത് ഈ KJVയുടെ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് കൊടുത്തു. ആ പുള്ളിക്കാരി ഒരു 4 മാസം അങ്ങാണ്ടെടുത്ത് എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് എന്നോട് തിരിച്ചു തന്നു. താങ്ക് യു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. ഓ, യുവർ ഗോഡ് ഈസ് സോ ക്രൂവൽ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് അതന്നെ. അപ്പൊ പറഞ്ഞ്, ഓൾഡ് ടെസ്റ്റ്മെന്റില് പിതാവായ ദൈവത്തിന്റെ ഒരു 4 ഇൻസിഡന്റ് എടുത്ത് പറഞ്ഞിട്ട്, ഇന്ന പോലെ ചെയ്താണ്, അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ശിക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് അത്രേ വായിച്ചുള്ള, ന്യൂ ടെസ്റ്റ്മെന്റ് വായിച്ചു, ജീസസ് ഇസ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പിന്നെ എവിടെ പോയാലും എന്നെ വിളിക്കും വരാൻ പറഞ്ഞിട്ട്, കൂടെ പോകാനായിട്ട്. അപ്പം ബാംഗ്ലൂരിൽ പിന്നെ അവർക്ക് വേറെ കൂട്ടില്ലാത്തതുകൊണ്ട് 1-2 സൺഡേസിൽ ഞാൻ ഉച്ച കഴിഞ്ഞ് അവരുടെ കൂടെ ഇംഗ്ലീഷ് മൂവി, അല്ല സയന്റിഫിക് ആണ്, ഇവര് സയൻസ് റിലേറ്റഡ് ജോലി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള മൂവീസ് വരുമ്പോൾ അത് ഇംഗ്ലീഷിൽ ഇവിടെ വേഗം റിലീസ് ആവുമല്ലോ ബാംഗ്ലൂരിൽ. അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ ബൈബിള് റിലേറ്റഡ് ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പം അവരുടെ കോഴ്സും എൻ്റെ പ്രോജക്റ്റോ കാര്യമൊക്കെ ആയിട്ട് അവർ ഹോസ്റ്റലിലേക്ക് മാറി പുള്ളിക്കാരി. പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ട്രാൻസ്ഫർ ആയി വീണ്ടും. അപ്പം ഓപ്ഷൻ ബാംഗ്ലൂർക്ക് കിട്ടിയില്ല, കോയമ്പത്തൂരിനാണ് കൊടുത്തത്. അപ്പൊ പിന്നെ പുള്ളി കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെ 1980 വന്നിട്ട് ഓൾ ഇന്ത്യയിൽ ഒരു എല്ലാ പബ്ലിക് സെക്ടേഴ്സും BHEL ഒഴികെ ബാക്കിയെല്ലാം വന്നിട്ട് വേജ് പാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രൈക്കില് പോയി. 2.5 മാസം സ്ട്രൈക്ക് ആയിരുന്നു ഓൾ ഓവർ ഇന്ത്യ. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ കമ്പനി സ്ട്രൈക്കാണ്, വേജ് പാരിറ്റിയുടെ ഇതായിട്ട്. മാനേജ്മെന്റിലുള്ള ഓഫീസേഴ്സ് അല്ലാതെ വേറെ ആരും ജോലിക്ക് പോകുന്നില്ല. അപ്പം ഞങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ലെറ്റർ ഒക്കെ വന്ന് ജോലിക്ക് വരണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ആരും പോയില്ല. അവസാനം അന്ന് ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, CM സ്റ്റീഫൻ വന്നിട്ട് ഡിഫൻസ് മിനിസ്റ്റർ. എന്നിട്ട് അവസാനം കമ്പനി ലോക്കൗട്ടിലേക്ക് പോയി. പിന്നെ 1 മാസം ലോക്കൗട്ടായി. അപ്പൊ ലോക്കൗട്ട് ആകുമ്പം അറിയാമല്ലോ, ഭയങ്കര ഇതാണ്. പിന്നെ ഞാനെന്ത് ചെയ്ത്, ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക്. അപ്പൊ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഹസ്ബൻഡ് കോയമ്പത്തൂർ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിട്ട് എനിക്ക് 2ാമത്തെ മോളുണ്ടായി. 2ാമത്തെ മോള് ചെറിയ പ്രായമായിരിക്കുമ്പോഴാണ് ഈ കമ്പനി ലോക്കൗട്ടും ഇതൊക്കെ ആകുന്നത്. അപ്പോഴേ പിന്നെ എനിക്ക് കുഞ്ഞിന് 5 മാസം പ്രായമേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞപ്പം പിന്നെ അപ്പൊ എൻ്റെ സിസ്റ്ററും എൻ്റെ മൂത്ത ബ്രദറും ഒക്കെ അന്ന് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ സിസ്റ്റർ വന്നതാണ്. അപ്പൊ അവര് നാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ മോളെയും കൂടെ അവർ കൊണ്ടുപോയി. ഞാൻ ചിക്കൻ പോക്സ് ആയതുകൊണ്ട് കുഞ്ഞിനെ കൂടെ കിടത്തി അവൾക്കും വരും എന്നുള്ള ഒരു ഇതില്. അപ്പൊ മൂത്ത മോളെയും എല്ലാരെയും കൊണ്ടുപോയി, ഞാൻ മാത്രമായി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് കോയമ്പത്തൂരില്. അപ്പൊ ഞങ്ങളുടെ ഒരു അടുത്ത ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അവര് ഹിന്ദുസ് ആണ്, മലയാളീസ് ആണ്. അവരാണ് ഈ വേപ്പിന്റെ ഇല, പിന്നെ കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം എല്ലാം കൊണ്ട് ജനലിൽ വെച്ച് പോകും.
അങ്ങനെ ഒരു 14-15 ദിവസം അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞു. ആ അത്രയും എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് ജനലിൽ കൂടെ സംസാരിക്കും അവര്, എന്നിട്ട് പോകും അങ്ങനെ. പിന്നെ എനിക്ക് കുളിക്കാറായപ്പോഴേക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു. പുള്ളിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ അങ്ങനെ ക്ലിയറായി. പിന്നെ ഞാൻ നാട്ടിൽ പോയി മോളുടെ അടുത്ത്. നാട്ടിൽ ചെന്നപ്പം ഇതിന്റെ എൻ്റെ മൂത്ത മോൾക്ക് ആദ്യം വന്നു, എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും വന്നു, എൻ്റെ അനിയത്തിക്കും വന്നു, ആങ്ങളയ്ക്ക് ചെറിയ ആങ്ങളയ്ക്കും വന്നു. ആങ്ങളെയാണെങ്കിൽ ഹോസ്പിറ്റലൈസ് ആവേണ്ടി വന്നു, ഞാൻ വളരെ സിവിയർ ആയിപ്പോയി. പിന്നെ ചെറിയ മോൾക്ക് ആകെപ്പാടെ ഒരു 3-4 ആകെ വന്നിട്ടുള്ളായിരുന്നു. അവൾക്കപ്പോൾ ഒരു 7 മാസം കാണും, അത്രയേ ഉള്ളൂ. 6 മാസമായിട്ട് 6 മാസം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ നിന്നു. ബ്രദർ ഹോസ്പിറ്റലിലാണല്ലോ, അപ്പം തിരിച്ചു വരാനായിട്ട് ബാംഗ്ലൂർക്ക് വന്നിട്ട് കാര്യമില്ല, ഇവിടെ ജോലിയില്ല, ലോക്കൗട്ടാണ്. അപ്പൊ കോയമ്പത്തൂർക്ക് തന്നെ പോവാന്നുള്ള ഇതില്. അപ്പൊ എന്നോട് ഹസ്ബൻഡ് നേരത്തെ ഒരു ഡേറ്റ് പറഞ്ഞ് ടിക്കറ്റും എടുത്തതാണ് ട്രെയിനിൽ. ഇന്ന ദിവസത്തിന് നീ തിരിച്ചു വരാൻ പറഞ്ഞിട്ട്, മോളുമായിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാന് ശരി എന്നെല്ലാം പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ബ്രദറിന് ഇങ്ങനെ കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ അവൻ അഡ്മിറ്റ് ആണ്. അപ്പം എനിക്ക് വിട്ട് പോകാനും വയ്യ. എനിക്ക് ഓൾറെഡി അസുഖം വന്നിട്ടുള്ളതായത് ഹോസ്പിറ്റലിൽ ഞാൻ അവൻ്റെ കൂടെ നിൽക്കുക. പിന്നെ കൊച്ചിനെ അമ്മ നോക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യം. പക്ഷേ എനിക്ക് ഹസ്ബൻഡ് കാത്തിരിക്കുന്നു, അല്ലെ തിരിച്ചു കഴിഞ്ഞ സമയത്ത് ചെല്ലാൻ ഒത്തില്ല എന്നുള്ളതൊന്നും എനിക്ക് അന്നേരം എൻ്റെ തലയിൽ വന്നില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എയർപോർട്ട് സ്റ്റേഷനിൽ നിന്ന് ആർക്കോ STD ചെയ്ത് എൻ്റെ ഫാദറിനോട് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് പോയി അന്വേഷിക്കുക, അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പച്ചൻ കോട്ടയത്ത് വന്നിട്ട് നോക്കുമ്പം ഇതാണ് സംഭവം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ നീ വേഗം തിരിച്ചു പോകും, അവനിങ്ങനെ വിഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് പിന്നെ ഞാന് അന്നേരം എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്ത്, ആദ്യത്തെ ദിവസം വന്നപ്പോ എന്നെ കണ്ടില്ല റെയിൽവേ സ്റ്റേഷനില്. രണ്ടാമത്തെ ദിവസം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കൂട്ടുകാരനെ പറഞ്ഞയച്ചു. പുള്ളി വന്നപ്പോൾ ഞാനില്ല. മൂന്നാമത്തെ ദിവസം പിന്നെ ഞാൻ അവിടെ എത്തി. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡും വന്നിട്ടില്ല, ഈ ആളും വന്നിട്ടില്ല. രാത്രി 9-9:30 കോയമ്പത്തൂര് സ്റ്റേഷനിൽ. ഞാനും ഉണ്ട്, മോളും ഉണ്ട്. ചെറിയ മോളെ മാത്രമേ കൊണ്ടുപോയുള്ളൂ, മറ്റേ മൂത്ത മോള് വീട്ടില. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ഉടനെ പിന്നെ ദൈവം എനിക്ക് ഒരു ബുദ്ധി തന്നതാണ് സ്റ്റേഷൻ മാസ്റ്ററോട് പോയി സംസാരിക്കാനായിട്ട്. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞ, സാറേ ഇങ്ങനെ പോലെ സംഭവം എല്ലാം പറഞ്ഞു. എനിക്ക് തമിഴ് അറിയാം, അതുകൊണ്ട് എല്ലാം പറഞ്ഞിങ്ങനെയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇന്ന പോലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇന്ന ഇതിലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു. പുള്ളി എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ കണക്ഷൻ കിട്ടി. എന്നിട്ട് സംസാരിച്ച് എന്നിട്ട് പറഞ്ഞു, അങ്ങേരോട് പറഞ്ഞ് അങ്ങോട്ടുള്ള ബസ്, എയർഫോഴ്സിന്റെ ബസ് പിക്കപ്പിന് വരുമല്ലോ എല്ലാ സ്റ്റേഷനിലും, അങ്ങനെ ആ ബസ്സിൽ കയറ്റി വിടാൻ പറഞ്ഞു. അയാളെ ഒരു അസിസ്റ്റന്റിനെ വിട്ട് എന്നെ മോളെ ബസ്സിൽ കയറ്റി വിട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്ക് ഏകദേശം 10:45-11 മണിയായി രാത്രിയില്. അപ്പോൾ ഹസ്ബൻഡും കൂട്ടുകാരനും വെയിറ്റ് ചെയ്തപ്പോ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ 1 മാസം അവിടെ താമസിച്ചു. അങ്ങനെ എയർപോർട്ട് സ്റ്റേഷന്റെ ഉള്ളിലല്ല എന്നെ കൊണ്ട് കാണിച്ചു. പുള്ളിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസം, നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസം എനിക്ക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒന്ന് കാണാനൊക്കെ, വേറെയുള്ള ആൾക്കാർ കാണത്തില്ലല്ലോ. അങ്ങനെ 2-3 ദിവസമൊക്കെ ഉള്ളിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾക്ക് കമ്പനി ഓപ്പൺ ആയി. അന്നേരം ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്ന് ജോലിക്ക് റിപ്പോർട്ട് ചെയ്യുക ചെയ്ത്. മൊത്തത്തില് പറഞ്ഞ അതൊരു എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആ നാട്ടില് പിന്നെ എൻ്റെ അമ്മ, ഞാൻ അവിടെ ഉള്ളപ്പോ കോയമ്പത്തൂരുള്ളപ്പോ തന്നെ എൻ്റെ മദറിൻലോയും പിള്ളേരും കൂടെ വന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ബാംഗ്ലൂർക്ക് വന്നു, അങ്ങനെ തിരിച്ചു വന്നത്. ഈ പിള്ളേര് ചെറുതായിരിക്കുമ്പോഴും പല സർവന്റ് ഇല്ലാതെ വരുമ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലീവ് എടുത്ത് കമ്പനിയുടെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് ചെറിയ പ്രായത്തിലേ അവർ നോക്കത്തുള്ളൂ. പിന്നെ 4 വയസ്സ് 5 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കത്തില്ല, അങ്ങനത്തെ ഇതാണ്. അപ്പൊ ഈ ഹസ്ബൻഡ് എപ്പോഴും ഈ ദൂരെ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ എടുത്ത് കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് വരുന്ന. പക്ഷെ അതിലെല്ലാം എനിക്ക് ദൈവം എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ബുദ്ധി പറഞ്ഞു തരുമായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയത്. ഞാൻ എപ്പോഴും പറയും, കർത്താവേ എനിക്ക് ഒന്നും അറിയത്തില്ല, എനിക്ക് ജ്ഞാനം തരണേ, വിവേകം തരണേ, നീ എന്നെ ഗൈഡ് ചെയ്യണേ എന്നൊക്കെ പറയുമ്പോൾ ആലോചന പറഞ്ഞു തരും. അങ്ങനെ എവിടെയും വലിയ ഇതിൽ അപകടത്തിൽ ചെന്ന് പെടാതെയൊക്കെ ജീവിക്കാൻ പറ്റി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ എയർഫോഴ്സിലെ സർവീസ്, പുള്ളി 15 വർഷം പ്രൊമോഷൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, നീ ജോലി റിസൈൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പുള്ളി കണ്ടിന്യൂ ചെയ്യാനായിട്ട്. പ്രൊമോഷൻ എടുത്താൽ പിന്നെ 3 വർഷം ജോലി ചെയ്യണം. അപ്പൊ കോയമ്പത്തൂരിലാണ് ഉള്ളത്. അപ്പം ഞാന് പുള്ളിയുടെ വാക്ക് കേട്ട് റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ കൊണ്ട് കൊടുത്തു കമ്പനിയിൽ. എൻ്റെ മാനേജർ ഒരു ലേഡി ആയിരുന്നു, ഒരു CSI കാരിയാ. പുള്ളിക്കാരി എന്നെ ഫയർ ചെയ്തിട്ട് പറഞ്ഞ്, നിനക്ക് ബുദ്ധിയുണ്ടോ, പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല മാഡം, ഇങ്ങനെ എത്ര വർഷമായിട്ട് പുള്ളി അവിടെ ഇവിടെയൊക്കെയാ, ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ട് ആകെ കൂടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വർഷം ഞങ്ങൾ ഒന്നിച്ചുള്ളായിരുന്നു, പിന്നെ എന്നും ഇങ്ങനെയാ.
അതുകൊണ്ട് ആ പിള്ളേരെ ഞാനുമായിട്ട് കഷ്ടമായോണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെയൊക്കെ റിലീസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ നിനക്ക് 2 പെൺപിള്ളേരല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. എന്താ പറഞ്ഞ ലെറ്റിൻ റിസൈൻ, അവർക്ക് VRS ഉണ്ടല്ലോ, ലെറ്റിൻ VRS എടുത്ത് വരാൻ പറ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. ആ പുള്ളിക്കാരി ലെറ്റർ തിരിച്ചു തന്നു, അവർ ഫോർവേഡ് ചെയ്തില്ല. അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്യുന്ന, ഒരു ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സീനിയർ ഒരു ലേഡി, പുള്ളിക്കാരി മലയാളി, ആലപ്പുഴക്കാരാ. അവരുടെ ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നു. അപ്പൊ പുള്ളിക്കാരി എന്നോട് അറിഞ്ഞ ഒരു കാര്യം ചെയ്യും, പുള്ളിക്കാരി ലെറ്റർ ഒക്കെ എഴുതുന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ പോയിന്റ്സ് ഒന്നും വെച്ചൊന്നും എഴുതാനൊന്നും അത്രയൊന്നും അറിയത്തില്ല. അവരെന്നോട് പറഞ്ഞു തന്ന് ഞാൻ എഴുതി. ഈ മാനേജർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മള് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി. അവസാനം ഹസ്ബൻഡിനോട് ഇങ്ങനെ ജോലി റിസൈൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായി, എനിക്ക് തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞു. അവസാനം പുള്ളി മനസ്സോടെ VRS എടുത്തു. പ്രൊമോഷൻ എടുക്കാതെ VRS എടുത്ത് ബാംഗ്ലൂരിൽ വന്ന് ഇവിടെ ആദ്യം അവിടുന്ന് അപ്പോയിന്റ്മെന്റുമായിട്ടൊക്കെയാ വന്ന്. ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇതില് ITA എന്ന് പറയും, ടെലിഫോൺ ഇൻഡസ്ട്രി, ഗവൺമെന്റ് ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനുണ്ട് ഈ ഇൻഡസ്ട്രിയൽ അന്നേരം ഈ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് എല്ലാ അപ്പോയിന്റ്മെന്റും ക്യാൻസൽ ചെയ്തു. അപ്പൊ ഹസ്ബൻഡിന് ജോലിയില്ല. പുള്ളി ഇവിടെ വന്നു. പിന്നെ പുള്ളി ഈ ഇലക്ട്രോണിക്സ്, അപ്പൊ പുതിയ സബ്ജക്റ്റ് ഇലക്ട്രോണിക്സിന്റെ കമ്മ്യൂണിക്കേഷന്റെ ഡിപ്ലോമ, അത് ഇവിടെ ഈവനിങ് കോഴ്സ് ഉണ്ടായിരുന്നു ഗവൺമെന്റിന്റെ ഇതില് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അവിടെ ചേർന്ന് അത് പഠിച്ചു. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് ഇലക്ട്രിക്കൽ ITI അതിന്റെ ഒരു കോഴ്സും അങ്ങനെ. ഞാൻ ജോലി കഴിഞ്ഞ് ഒരു 4 o'clock ഞാൻ വീട്ടിലെത്തും. പുള്ളി 3 o'clock കഴിയുമ്പോഴേക്ക് പോകും, എന്നിട്ട് രാത്രി വരുന്ന പോലെ. അങ്ങനെ പഠിച്ചു ഇതെല്ലാം കഴിഞ്ഞ് നല്ലതായിട്ടൊരു അതിനിടയ്ക്ക് പലയിടത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പുള്ളിക്ക് 1-2 ഒരു സ്ഥലത്ത് കിട്ടി. ജോയിൻ ചെയ്യേണ്ട സമയത്താണ് പെട്ടെന്ന് അപ്പച്ചന് സുഖമില്ലാതായി. അപ്പച്ചന് ഹസ്ബൻഡ് നാട്ടിൽ പോകേണ്ടി വന്നു. അതായത് അപ്പച്ചന് തിരുവല്ലായിന്ന് കോട്ടയത്തിന് പൊക്കോണ്ടിരിക്കുമ്പോൾ കാറിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് ആയി. 61 വയസ്സേ ഉള്ളായിരുന്നു. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്നു, എന്നാലും മരുമോനായിരുന്നു. എന്നിട്ട് അവരോടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ പിന്നെ കോട്ടയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അപ്പൊ ഡോക്ടർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആണ്, ഫുള്ള് റെസ്റ്റ് വേണം, അങ്ങനെ എന്നെല്ലാം പറഞ്ഞു. അന്നേരത്തേനും മെഡിസിൻ ഒക്കെ കൊടുത്ത് തിരിച്ചയച്ചു. അപ്പച്ചൻ വന്നപ്പോ അപ്പച്ചനപ്പൊ കോമഡ്, നമ്മുടെ ഈ വെസ്റ്റേൺ ഇതിലല്ലോ നാട്ടിലൊന്നും അന്നത്തെ കാലത്ത്, അപ്പൊ അതൊക്കെ ഒരെണ്ണം വേറെ ഉണ്ടാക്കിച്ചു, എല്ലാം ചെയ്ത് അപ്പച്ചന് വേണ്ടിയിട്ട്. അതായത് ഹസ്ബൻഡ് പോയി കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ട്. അപ്പൊ എനിക്ക് മോൻ ഉണ്ടായിട്ടില്ല, 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് എൻ്റെ ചെറിയ മോളുമായിട്ട് പിന്നെ ഒന്നുകൂടെ പോയി ഹസ്ബൻഡ്, കൊച്ചിനെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട്. എന്നിട്ട് പോയി അപ്പച്ചനെ ഫോളോ അപ്പ് ഇതിനൊക്കെ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് തിരിച്ചു വരുമ്പോ എൻ്റെ ഫാദർ പറഞ്ഞ അവളെ നാട്ടിൽ വിട്ടിട്ട് പോയിട്ട് നിങ്ങളെ പിള്ളപ്പിള്ള ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് മോളെ എൻ്റെ ഫാദറിന്റെ വീട്ടിലാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വന്നു. എൻ്റെ പാസ്റ്ററെ 2 മാസം കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം അപ്പച്ചന്റെ ഒരു ബ്രദറേ ഉള്ളൂ, ബ്രദറിന്റെ മോൾ, അവർ പൂനെയില്ല, അവർ എയർഫോഴ്സിൽ തന്നെയായിരുന്നു അവര്. അപ്പൊ ആ മോളുടെ കല്യാണത്തിന്റെ എൻഗേജ്മെന്റാ നാട്ടില്. അന്നേരം തറവാട്ടില അവര് താമസിക്കുന്നത്. അപ്പൊ അപ്പച്ചന് എന്തോ അസ്വസ്ഥതയും നെഞ്ചുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് അത്ര കാര്യമാക്കിയില്ല. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകാന്നുള്ള രീതിയിൽ പിറ്റേ ദിവസം എൻഗേജ്മെന്റും എല്ലാം കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അതിന്റെ പിറ്റേ ദിവസം ഹോസ്പിറ്റലില് എൻ്റെ ബ്രദറിലോയും പിന്നെ അമ്മച്ചിയുണ്ട് വേറെ കൂടെ, ഒരു കാറിൽ പോയി. ഏതാണ്ട് തിരുവല്ലായിന്ന് വലിയ ദൂരമൊന്നും ആയിട്ടില്ല. അന്നേരം തന്നെ അപ്പച്ചന് ഒരു അസ്വസ്ഥത പോലെയായി. അത് കഴിഞ്ഞ് പിന്നെ ഫ്ലാസ്കിൽ ഉണ്ടായിരുന്നു, അത് കുടിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തി. അപ്പച്ചന് 1/2 മണിക്കൂറിനകം മരിച്ചുപോയി. അങ്ങനെ ഇപ്പൊ പെട്ടെന്നുള്ള മരണമായിരുന്നോണ്ട് പിന്നെ ഞങ്ങൾക്ക് അപ്പൊ ഈ അപ്പച്ചൻ ഇങ്ങനെ ആകുന്നൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അപ്പൊ എനിക്കൊരു 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്, ഇതുപോലെ തന്നെ മാർച്ചില്. അപ്പച്ചൻ മരിച്ചത് മാർച്ച് 30-ാം തീയതി. അതിനൊരു 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്, അപ്പച്ചൻ എന്നെ എവിടെയോ കൂട്ടിക്കൊണ്ട് പോയി ഇങ്ങനെ മേലോട്ട് പോയിട്ട്, ഞാൻ നാട്ടിൽ കണ്ടിരിക്കുന്ന ഒരു കുന്നുണ്ട്, ആ കുന്ന എൻ്റെ മനസ്സിൽ കാണുന്നത്. അതിനും മേലെ പോയിട്ട്, ഒത്തിരി മേലെ പോയിട്ട്, എന്നിട്ട് അവിടെ ഒരു കസേരയില് ഒരു വെള്ള താടിയുള്ള ഒരാളിരിപ്പുണ്ട്.
ഇങ്ങനെ നല്ല പ്രായം തോന്നും, നല്ല ഒരു നീണ്ട താടിയേറ്റ ഒരാൾ. അപ്പച്ചൻ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞ്, ഇതാ ആ ഇരിക്കുന്ന നമ്മുടെ ദൈവം. ഞാൻ ആ വാക്ക് ഒരിക്കലും മറക്കത്തില്ലെന്നല്ല. എന്നിട്ട് ഇങ്ങനെ കിഴക്ക് തെക്കായിട്ട് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് എന്നെ കാണിച്ചു, നീ ഒരു നക്ഷത്രം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാ, അതാണ് ധ്രുവ നക്ഷത്രം, അതാണ് നമ്മുടെ യേശു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ കാണിച്ച് ഞാൻ അന്നേരം ഇങ്ങനെ ഇതെല്ലാം. എന്നിട്ട് ആ ഒരു രംഗം എന്റെ കണ്ണിൽ നിന്നും പോയിട്ടില്ലെന്നല്ല. അതായത് അവിടുത്തെ ആ ഒരു തിളക്കം, ഈ സിംഹാസനം വലിയൊരു കസേര പോലെ അതിലിരിക്കുന്ന ആ ഫ്ലോർ പോലും തിളങ്ങുക, അങ്ങനത്തെ ഒരു ഇത്. അത് കഴിഞ്ഞ് അപ്പച്ചൻ എന്നെ ഇത്രയും കാണിച്ചു കഴിഞ്ഞ് എന്റെ കൂടെ ഇങ്ങനെ തിരിച്ച് വരുന്നതായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു കുറച്ച് താഴോട്ട് വരുന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോണ്ട് അപ്പച്ചനില്ല, ഞാൻ തന്നെയായി. അപ്പൊ പിന്നെ ഞാൻ ദൈവമേ ഇനി എന്നാ ചെയ്യുന്നത് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ താഴെ നടന്ന് തനിച്ച് വരുമ്പോ ഇങ്ങനെ ഒരു അരുവി പോലെ ഒരു കുറച്ച് വീതിയുള്ള ഒരു തോട് പോലെ ഉണ്ട്. അത് ക്രോസ് ചെയ്ത് അപ്പുറം എത്തി. ഞാൻ അടുത്ത റോഡിലെത്തി. അടുത്ത റോഡിൽ ഞാനിങ്ങനെ നടന്നു വരുമ്പോഴേക്ക് വിഷമിച്ചാണ് നടന്നു വരുന്നത്, അപ്പച്ചനെ കാണാനില്ലല്ലോ. നടന്നു വരുമ്പോഴുണ്ട് എന്റെ മദറിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഒറ്റയ്ക്ക് നടന്നു വരുന്നു. അപ്പൊ ഞാൻ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട്, അമ്മച്ചി അപ്പച്ചനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അതാണ് എന്റെ ഡ്രീം. അപ്പൊ പിറ്റേ ദിവസം ഞാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞ് പിറ്റേ ദിവസം എന്റെ ഹസ്ബൻഡിനോട് ഞങ്ങൾ വൈകുന്നേരം ഊണൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ നമ്മൾ വെളിയിൽ വരാന്തലിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഈ സ്വപ്നം എല്ലാം വിവരിച്ച് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇതൊരു പ്രത്യേകമാണല്ലോ, സൂര്യനും ചന്ദ്രനെ ഇങ്ങനെ ഇതൊക്കെ കാണുന്നത് വേറെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒരു ബുക്കിൽ അത് എഴുതി വെക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എഴുതി വെച്ച്, പുള്ളി പറഞ്ഞാൽ എഴുതി വെച്ച്. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ അടുത്ത ദിവസം ജോലിക്ക് പോയപ്പോൾ ഞാൻ അവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മൊത്തം ബ്രാഹ്മിൻസ് ആണ്. ഈ നമ്മുടെ ഡാറ്റാ സെന്റർ അപ്പോഴേക്ക് ഞാൻ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ആയി. HR-ഉം നമ്മുടെ ഈ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിങ്, അപ്പൊ കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ വന്ന പുതിയതില്ല ആ ഒരു ടൈമല്ല. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റില് ബ്രാഹ്മിൻസ് അല്ലാതെ ഒരു 2 ക്രിസ്ത്യൻസ് ഉണ്ട്. ഒന്ന് ഞാനും പിന്നെ ഒരു റീത്ത എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി, അവര് കാത്തലിക്കാണ്. പിന്നെ ഒരു മർത്തോമേലുള്ള ഒരു മാത്യൂസ് അങ്കിളുണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ ക്രിസ്ത്യൻസ് ആയിട്ട്. ഒരു 10-70 സ്റ്റാഫ് ഉണ്ട്, ബാക്കി എല്ലാം അവരാണ്. അപ്പൊ അതിലൊരു ശാസ്ത്രി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, അങ്ങനെ ആണ് എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്ന ആൾ. അപ്പം ഞാനിങ്ങനെ ഞങ്ങളുടെ കോഫി ടൈമില് ഞാനിങ്ങനെ ചോദിച്ച്, അപ്പൊ എനിക്കൊരു സ്വഭാവം, ഞാൻ കോഫിയും ടീയും കുടിക്കത്തില്ല, കൊച്ചിലെ മുതലേ അങ്ങനത്തെ സ്വഭാവമില്ല. നമുക്ക് 15 മിനിറ്റ്സ് കോഫിക്കും ടീക്കും ഈ ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത്, നമുക്ക് വേറെ സമയം ബൈബിൾ വായിക്കാൻ കിട്ടത്തില്ല. അപ്പൊ ഒരു ന്യൂ ടെസ്റ്റമെന്റ് വെച്ചിട്ട് അതിങ്ങനെ ആ സമയത്തിരുന്ന് വായിക്കും. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ കോഫി ടൈമിൽ അന്നത്തെ ദിവസം പർട്ടിക്കുലർ ആ മനുഷ്യൻ എന്നോട് വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശാസ്ത്രി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്വപ്നത്തിന്റെ മീനിങ് പറയാൻ അറിയാവോ എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്താ മാഡം പറയാന്നത്. ഞാനിപ്പോ ഈ കാര്യം പറഞ്ഞു, ഇത് മിസ്റ്റീരിയസ് ആയിട്ടുണ്ടല്ലോ, ഇങ്ങനെ നക്ഷത്രഗോളമൊക്കെ കാണുന്നതൊക്കെ വെരി റയർ. ഒരു കാര്യം ചെയ്യാം, 31st കഴിയുമ്പോൾ അവരുടെ ഇവിടുത്തെ ഈ നാട്ടുകാരുടെ ഉഗാദി എന്ന് പറയും, ന്യൂ ഇയറിന്റെ ഒരു ഫെസ്റ്റിവൽ, അവരുടെ വലിയ ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽ. അപ്പൊ അതിന് ഞങ്ങളുടെ സ്വാമിജി വരുന്നുണ്ട്, ഞാനിപ്പോ ചോദിച്ചിട്ട് മീനിങ് പറയാം. ഞാൻ കഴിഞ്ഞിട്ട് എന്റെ പാസ്റ്റർ തിരിച്ച് വീട്ടിൽ വന്നപ്പം രാത്രിയിൽ നമുക്ക് ടെലിഫോൺ കോൾ വന്നു, അടുത്തുള്ള കടയില് ഇങ്ങനെ അപ്പച്ചൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട്. വെളുപ്പിനെ ഞങ്ങൾക്ക് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്ക് കോള് വന്നു. പക്ഷെ കോള് വന്നത് അവർക്ക് അന്നേരം വീട്ടിൽ വന്ന് പറയാൻ ബുദ്ധിമുട്ട്, ഈ കടക്കാർക്ക്. ഞാൻ ജോലിക്ക് പോകുന്നു, എന്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ട്. അവരൊരു രാവിലെ ഒരു 7:30 ഒക്കെ കഴിഞ്ഞ് 8 മണി ആറാകുമ്പോഴാണ് അവര് വന്ന് പറയുന്നത്. അപ്പോഴേക്കും ഞാൻ കമ്പനിയില്ല. അന്നേരത്തെ എന്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു, എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് നാട്ടിൽ പോകണം. അന്നേരത്തിന് അന്നാകെ ഒരു ഫ്ലൈറ്റേ ഉള്ളൂ കേരളത്തിലേക്ക്, രാവിലെ അത് 9:30 പോവുകയും ചെയ്യും. അപ്പൊ ഞങ്ങള് പിന്നെ ഒരു ടാക്സി എടുത്ത് മാവേലിക്കര ആയിരുന്നു അപ്പച്ചന്റെ കുടുംബം, അവിടെ പോയി. അപ്പൊ ഞങ്ങൾ ചെല്ലുമെന്നുള്ള അറിയാം, അതുകൊണ്ട് അവര് പള്ളിയിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു ബോഡി. ഞാൻ മുനിസിപ്പൽ ഏരിയ ആയതുകൊണ്ട് 7 മണിക്ക് ശേഷം ബോഡി വെക്കണമെങ്കിൽ പിന്നെ പെർമിഷൻ വേണം, പോലീസ് പെർമിഷൻ. അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്ക് പെരുമ്പാവൂർ എത്തിയപ്പോഴേക്ക് വണ്ടി കേടായി. പിന്നെ ഞങ്ങൾ റിപ്പയർ ഒക്കെ ചെയ്ത് അങ്ങ് ചെന്നപ്പോഴത്തേനും 8 മണിയായി. അവരടക്കം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ആ സമയമാണ്. പിന്നെ പിറ്റേ ദിവസം അന്ന് ഹസ്ബൻഡ് ഭയങ്കര കരച്ചില് വന്നിട്ട് അപ്പച്ചൻ ഞാനും ഉണ്ട് പുറകെ എന്ന് പറഞ്ഞിട്ട് കരയൊക്കെ ചെയ്ത്. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ പോയി അപ്പച്ചന്റെ ചേട്ടൻ മുതിർന്ന ആൾക്കാരെ ഫാമിലിയിലുള്ളവരെ കണ്ട് എന്റെ ഹസ്ബൻഡ് ഒരേ നിർബന്ധം, എനിക്ക് കല്ലറ തുറന്ന് അപ്പനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് സമ്മതിച്ചില്ല, പുള്ളിയെ പറഞ്ഞൊക്കെ കൺവിൻസ് ചെയ്ത്. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആ ടാക്സി നാട്ടിൽ തന്നെ സ്റ്റേ ചെയ്ത്, ഇവിടുന്ന് കൊണ്ടുപോയതാണല്ലോ, സ്റ്റേ ബാക്ക് ചെയ്ത്
പിന്നെ അതിൽ തന്നെ തിരിച്ചു വരികയാണ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞ് ആണ് എനിക്ക് മോനുണ്ടാകുന്നത്. അതിനിടയ്ക്ക് ഇതിനു മുമ്പായിട്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിന് മസ്കറ്റിൽ ജോലി റെഡിയായിരുന്നു. മസ്കറ്റിൽ അവരുടെ ഗവൺമെന്റിൽ ജോലി. അപ്പം 5 years കോൺട്രാക്ട്, ആദ്യത്തെ 5 years, പിന്നെ അത് റിന്യൂ ആവുന്ന പോലെ. അപ്പം ഞാൻ എന്ത് ചെയ്താൽ പോകാൻ വിടത്തില്ല. എൻ്റെ അമ്മായിമ്മ പറഞ്ഞ് അറ്റ്ലീസ്റ്റ് അവൻ 2 വർഷമെങ്കിലും പോയിട്ട് വരട്ടെ, പെൺപിള്ളേരൊക്കെ ഉള്ളതല്ലേ, വീട് വെക്കാനും അതിനൊക്കെ പൈസ ആവും. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഇത്രയും വർഷം ഇവിടെ ആയിരുന്നു, അറ്റ്ലീസ്റ്റ് ഒന്ന് വന്നു പോവുകയും ചെയ്യും, അവിടെ ചെന്ന് 2 കൊല്ലത്തിൽ എന്തായാലും എനിക്ക്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ ചെറിയ ആങ്ങളെ കൂടെ നിൽക്കുന്നു, നീ വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെ ഇങ്ങനെ കുറെയൊക്കെ എന്നെ പറഞ്ഞ് നോക്കി. ഞാനതൊന്നും സമ്മതിച്ചില്ല, ഞാൻ പോകാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു സാരില്ല, കഷ്ടായാലും ദുഃഖമായാലും ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട്. അത് കഷ്ടപ്പാടൊന്നുമില്ല, പുള്ളിക്ക് പെൻഷൻ കിട്ടും, എനിക്ക് ജോലിയുണ്ട്, അതൊക്കെ. പക്ഷേ വെളിയിൽ പോകണ്ട എന്നുള്ളൊരു ഞാൻ പിരിഞ്ഞിരിക്കണല്ലോ, അതാണ് മെയിനായിട്ട്. അപ്പം അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രൈവറ്റില് ജോലി ചെയ്യായിരുന്നു. ഗവൺമെന്റിൽ അപ്പോയിന്റ്മെന്റ് ആയ ദിവസമാണ് അപ്പച്ചന് മരിച്ചത്. അതിനോട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. തിരിച്ചു വന്ന് പിന്നെ ഒരു 1.5 മാസമൊക്കെ നാട്ടിലൊക്കെ ആയിരുന്നു പല കാര്യങ്ങളായിട്ട്. പിന്നെ അവിടെ ജോയിൻ ചെയ്തില്ല, പിന്നെ പ്രൈവറ്റിൽ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പച്ചനോട് പറഞ്ഞ മൂത്ത മോനാ, അപ്പം ഒത്തിരി മോനേന്ന് വിളിക്കുള്ളായിരുന്നു അപ്പച്ചൻ, അല്ലാതെ പേര് വിളിക്കുന്ന വളരെ ചുരുക്കമായിരുന്നു. അപ്പൊ ഇങ്ങനെ അപ്പച്ചൻ ഞാനും കൊണ്ട് പുറകെ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് ഒത്തിരി ഇതായിരുന്നു. അവസാനം എൻ്റെ പാസ്റ്ററെ എന്നേക്ക് മോനുണ്ടായി. മോന് 1 വയസ്സും 9 മാസവും കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും മരിച്ചു. 1.5 വർഷം, അപ്പച്ചൻ മരിച്ചു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിനും ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അപ്പം ഈ സെപ്റ്റംബറിൽ ടീച്ചേഴ്സ് ഡേയുടെ അന്ന് ആണ് പുള്ളിക്ക്. അതിന്റെ തലേദിവസം എൻ്റെ ചെറിയ ബ്രദർ നാട്ടിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ പുള്ളി സ്കൂട്ടറെ കൊണ്ട് വിട്ടതാണ്. അന്നേരം ഒന്നും പ്രശ്നമൊന്നുമില്ല. വെള്ളിയാഴ്ച അല്ല, പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഞാൻ പിള്ളേർ സ്കൂളിൽ പോയി, ഞാൻ ജോലിക്ക് പോയി. കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ വന്ന പുള്ളിക്ക് എന്താ ഒരു ചെറിയ പനിയുടെ ഒരു കോള് പോലെ. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഡോക്ടറുണ്ട്, അവിടെ പോയി മരുന്ന് വാങ്ങി. അത് കഴിഞ്ഞ് ശനിയാഴ്ച ആയി കഴിഞ്ഞപ്പോഴത്തേനും എന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു ആക്ച്വലി കമ്പനിയിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകിട്ട് തിരിച്ചു വരുമ്പം പുള്ളിക്ക് ഒരുമാതിരി വലിയ വയ്യാഴിക ക്ഷീണം കാര്യമൊക്കെ. അപ്പം ഈ നമ്മുടെ ഡോക്ടറെ അടുത്ത് തന്നെ വീണ്ടും ഞങ്ങൾ രണ്ടുകൂടെ പോയി. എന്നിട്ട് ഇങ്ങനെ പുള്ളി പറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഡ്രിപ്സ് ഇട്ടാൽ മതി ശരിയാവും എന്നൊക്കെ പുള്ളി തന്നെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. പറഞ്ഞ BP ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, 36 വയസ്സേ ഉള്ളൂ. അപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞ് ശരി, ഞാൻ ഡ്രിപ്സ് ഇടാന്ന് പറഞ്ഞ് പുള്ളി ഡ്രിപ്സ് ഒക്കെ ഇട്ട്. എന്നിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്ത്, മലേശ്വരത്ത് ഒരു വേറെ ഡോക്ടർ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് എഴുതി ഒന്ന് നിങ്ങളൊന്ന് കാർഡിയാക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി എഴുതി തന്നു. എന്നിട്ട് അപ്പം രാത്രി എഴുതി തരുന്നത്, പിറ്റേ ദിവസം പോകാന്നുള്ള അന്ന് ഇങ്ങേർക്കും അറിയത്തില്ല ഹാർട്ടിന്റെ ആന്ന്, ഒരു സസ്പെക്ട് ചെയ്തിട്ട് പറയുക. അപ്പൊ ഞാൻ രാത്രിയിലുണ്ട്, പുള്ളി ഇടയ്ക്ക് പ്രാവശ്യം ഉണർന്നു, ഫുൾ അങ്ങ് സ്വെറ്റിങ് ആയിരിക്കും. എന്നിട്ട് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഒരു വെളുപ്പിന് ഒരു 7 മണിയൊക്കെ ഒക്കെ ആയപ്പോഴേക്ക് പുള്ളിക്ക് പിന്നെ ഒരു ക്ഷീണവും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നൊരു 9:30 ഒക്കെ ആയപ്പോഴേക്കുണ്ട് ഈ കാർഡിയോളജിയുടെ ഡോക്ടർ. അന്ന് ആ ഏരിയയിലാകെ ഒരു ഡോക്ടറേ ഉള്ളൂ കാർഡിയോളജിക്ക്. ആ ഡോക്ടർ ഓൾറെഡി പോയി. ഇവര് പക്ഷേ എല്ലാം നോക്കി. അന്ന് ഇവരുടെ ഗണേശായുടെ ഫെസ്റ്റിവൽ, അപ്പൊ ഒത്തിരി ഡോക്ടേഴ്സ് ഒന്നും കാണത്തില്ല. അപ്പം ഹസ്ബൻഡിനെ അഡ്മിറ്റ് ചെയ്തു, ഒരു ട്രീറ്റ് ചെയ്തു. പനിക്കും കാര്യത്തിനൊക്കെ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കുണ്ട് പുള്ളിക്ക് വീണ്ടും അതേപോലെ സ്വെറ്റിങ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെയാണ് രാത്രിയിലും ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇപ്പൊ ഡോക്ടർ എത്തും, നമ്മൾ ഓൾറെഡി ഫോൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ കാണിക്കാനായിട്ട് റിപ്പോർട്ടൊക്കെ കാണിക്കാനായിട്ട്. ഡോക്ടർ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇതുപോലെയായിരുന്നു സ്വെറ്റിങ് രാത്രിയിലും വന്ന്. അപ്പൊ പുള്ളി ബെഡ് ഇങ്ങനെ റേസ് ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞ്, എന്നെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ട് പോയിട്ട് എന്നോട് പറഞ്ഞത് ഹാർട്ടിന്റെ പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ ഇതാണ്, നിങ്ങൾ ഉടനെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, അവിടെ മാത്രമേ അന്ന് ബാംഗ്ലൂരിൽ ഹാർട്ടിന്റെ ഫർദർ ട്രീറ്റ്മെന്റ് ഉള്ളൂ, അപ്പം അവിടേക്ക് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോ പറയുമ്പോഴും എൻ്റെ ഹാർട്ട് ഇങ്ങനെ അടിക്കുക. അപ്പം ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഡോക്ടർ ആദ്യം ഫോൺ ചെയ്തു, ഇങ്ങനെ ആംബുലൻസ് അയക്കാൻ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കമ്പനിക്ക്. അപ്പൊ അവരയക്കാന്ന് പറഞ്ഞു. പക്ഷെ അത് വരാൻ ലേറ്റ് ആകുന്നു പറഞ്ഞിട്ട് ഈ ഡോക്ടർ തന്നെ അടുത്തുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫോൺ ചെയ്ത് അവിടുന്ന് ആംബുലൻസ് വരുത്തിച്ച്
അവരുടെ ഒരു സ്റ്റാഫും ഞാനും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു നെയ്ബർ, പുള്ളി ആ സമയത്തിന് അവിടെ എത്തി. പിന്നെ പിള്ളേരെ അടുത്ത വീട്ടിലാക്കിയിരിക്കുക ഞാൻ. എന്നിട്ട് ഈ ഹോസ്പിറ്റലില് ഇതെല്ലാം പേപ്പറെല്ലാം തന്നു. എന്നിട്ട് ഡോക്ടർ സെന്റ് ജോൺസിൽ വിളിച്ചു പറഞ്ഞു ഇന്ന പോലെ പേഷ്യന്റിനെ അയക്കുന്നു. അപ്പൊ ഡോക്ടർ വന്ന് ആംബുലൻസിന്റെ അടുത്ത് വന്നിട്ട് എല്ലാം ശരിയാണോ എന്നൊക്കെ നോക്കുക. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒരു ഓക്സിജൻ സിലിണ്ടർ ഇവിടെ ഞങ്ങൾക്ക് തരണം, ഇങ്ങനെ പുള്ളിക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ. അന്നേരം ദൈവം തന്നെ ഒരു ആലോചനയത്. എന്നിട്ട് പിന്നെ അവര് ഡോക്ടർ എന്റെ എന്താ പറയുന്ന റെസ്പോൺസിബിലിറ്റിയിൽ ഒരു ഓക്സിജൻ സിലിണ്ടറോടെ എടുത്ത് അതെല്ലാം പുള്ളിക്ക് കണക്ട് ചെയ്ത് റെഡിയാക്കി ഞങ്ങളെ ഹോസ്പിറ്റലിൽ അയച്ചു. അവിടെ ചെന്നപ്പോൾ അവര് ഓൾറെഡി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക പേഷ്യന്റിനെ. കഴിഞ്ഞ് പിന്നെ എല്ലാം നോക്കി പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഉച്ചയായപ്പോഴേക്കും അവർ പറഞ്ഞ് അവരിൽ വളരെ കുറവാണ് ഹോപ്പ്, പിന്നെ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പം നാട്ടിലേക്കെല്ലാം നമ്മള് ഫോണിലും ഒക്കെ വിവരമൊക്കെ അറിയിച്ചു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ചൊവ്വാഴ്ചക്കാണ് അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചൊവ്വാഴ്ചക്ക് സർജറി ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് ഡോക്ടർ വരുന്നത്, സർജൻ വരുന്നത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടുത്തെ ഡോക്ടർമാര് ബാക്കി ട്രീറ്റ്മെന്റും കാര്യമെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നോണ്ട് ഈ ICUയുടെ വെളിയിൽ ഇരുന്നോണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അന്ന് അമ്മ പറഞ്ഞിട്ടുള്ള അറിവുകളൊക്കെ ഉള്ളൂ. ബൈബിള് വായിക്കുമെന്ന് പറഞ്ഞാൽ അത്ര ഡീപ്പായിട്ട് ആ ടൈമിൽ പറയാനൊന്നും അറിയത്തില്ല. അപ്പം അമ്മ ഹിസ്കിയ രാജാവിന് ആയുസ് നീട്ടി കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞ അതൊക്കെ എനിക്ക് അറിയായിരുന്നു. അപ്പൊ ആ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തോട് നിലത്ത് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയുമേ, ഒരു 10 വർഷം നീട്ടി തരണേ, മോനൊക്കെ ഇത്രയും പ്രായ പിള്ളേർക്ക് അപ്പാന്ന് വിളിക്കാനായിട്ട് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന പോലെയെങ്കിലും ഒരു 10 വർഷത്തേക്ക് തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാം കഴിഞ്ഞു. പിന്നെ രാത്രിയും പകലും അതിന്റെ മുമ്പിൽ തന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞ് പിന്നെ സാറ്റർഡേ ട്യൂസ്ഡേ ആണല്ലോ ഫിക്സ് ചെയ്യുന്നത്. മൺഡേ അത് വന്നിട്ട് ഞാൻ പുള്ളിയുടെ വർത്താനം പറഞ്ഞു. പുള്ളിയുടെ കൂട്ടുകാർ 2-3 പേരൊക്കെ സൺഡേ വൈകുന്നേരം വന്നു കണ്ടു കൊടുത്തു. അപ്പൊ അതിലൊരാൾ ക്ലോസ് ഫ്രണ്ടിനോട് പറഞ്ഞെന്ന്, എന്നെ വീട്ടിൽ ആലീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ആലീസിന്റെ കാര്യം ഓർക്കുമ്പോഴായിരിക്കും ഏറ്റവും വിഷമം എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞ് അവര് പിന്നെ എന്നോട് പറഞ്ഞു, അന്നേരമല്ല പറഞ്ഞ് അത് കഴിഞ്ഞ് മരിക്കുമെന്നുള്ള ഒരു ഞാനിങ്ങനെ ധൈര്യത്തിലിരിക്കും, ദൈവത്തിന് ആയുസ് നീട്ടി തരണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം എന്റെ നാട്ടിൽ നിന്ന്, എന്റെ അപ്പന്റെ വീട്ടിൽ നിന്ന്, എന്റെ അപ്പനും എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് അവരെല്ലാരും ഉണ്ട്. അമ്മയും നാത്തൂനും അനിയനും അവരെല്ലാരും കൂടെ അവിടുന്ന് പിന്നെ വണ്ടി വിളിച്ച് ഇവർ രണ്ടു കൂട്ടരും ഒരേ ട്രെയിനിലാണ് വരുന്നത്. പക്ഷെ പരസ്പരം കണ്ടില്ല. ബാംഗ്ലൂരിൽ എത്തുമ്പോഴാണ് സ്റ്റേഷനിൽ വെച്ച് അവര് പരസ്പരം. അപ്പൊ അതിന് മുമ്പ് തന്നെ കോയമ്പത്തൂർ എത്തിയപ്പം പിന്നെ എന്റെ ബ്രദറിലോ BSNL വർക്ക് ചെയ്യുന്നത്, പുള്ളി ഞങ്ങളുടെ കമ്പനിയിലേക്ക് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഇന്നയാളുടെ ഹസ്ബൻഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെ ക്രിട്ടിക്കലാണ്, ഒന്നും പറയാറായിട്ടില്ല, വി കാൻ പ്രെഡിക്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് ചെയ്തു. അപ്പൊ പുള്ളിക്കാരനൊരു ഹോപ്പ് അതുണ്ടായിരുന്നു. അപ്പൊ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഫുഡും എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് പതുക്കെ വീട്ടിൽ വരുന്ന പോലെ പുള്ളി എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ ഞാൻ ആക്ച്വലി ഈ മൺഡേ ആണ് ഇത് ദിവസം. മൺഡേ വന്ന് അപ്പൊ പിള്ളേരെ ഒന്നും നമ്മൾക്ക് കൊണ്ടുവരാനോ കാണിക്കാനോ ഒന്നും പറ്റുന്നില്ല പുള്ളിയെ. കാരണം ഞാൻ ഈ ICUലാന്ന് മാത്രമല്ല ദൂരമുണ്ട് ഹോസ്പിറ്റലും നമ്മുടെ വീടുമായിട്ട്. എന്നിട്ട് അപ്പോഴ് മക്കളെ കാണണമെന്ന് പുള്ളി പറഞ്ഞതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട്, പുള്ളി എയർഫോഴ്സിലായിരുന്നു, അവിടുന്ന് റിട്ടയർ ആയിട്ട് ഞങ്ങളുടെ കമ്പനി ജോലി ചെയ്യായിരുന്നു. പുള്ളിക്കാരനും ഭാര്യയും കൂടെ പിള്ളേരെ ഒന്ന് ജസ്റ്റ് സൺഡേ വൈകുന്നേരം കൊണ്ടുവന്ന് കാണിച്ചിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. പോയപ്പം മുതൽ അവിടെ തന്നെ രാത്രിയും പകലും. അത് കഴിഞ്ഞ് ഈ തിങ്കളാഴ്ച ദിവസം ഞങ്ങളുടെ പള്ളിയിലെ ഒരാൾക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ട് പുള്ളിക്ക് കുർബാനയൊക്കെ വലിയ വിശ്വാസമുള്ള ആളാണ്. അപ്പൊ ഇത് ഹോളി കമ്മ്യൂണിയൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് ഓക്കെ റെഡിയാക്കാമെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അവരും വിചാരിക്കുന്നില്ല ഇത്ര പെട്ടെന്ന് മരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ പള്ളിയിൽ ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ചാപ്പലുണ്ട്, അവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ എഴുതി പുള്ളിയുടെ പേര് എഴുതി വെച്ചിരുന്നു കുർബാനയ്ക്ക്. അത് കഴിഞ്ഞിട്ട് 5 മണിയായപ്പം അവിടുത്തെ അച്ഛനും ഒരു കന്യാസ്ത്രീയും കൂടെ ഇത് ഹോളി കമ്മ്യൂണിയനായിട്ട് വന്നു. എന്നിട്ട് ഹസ്ബൻഡിനോട് പേര് പറഞ്ഞപ്പോ അവര് കൂട്ടിക്കൊണ്ട് പോയി സിസ്റ്റർ. എന്നിട്ട് കൊണ്ട് ഹസ്ബൻഡിന് ഹോളി കമ്മ്യൂണിയനും കൊടുത്തു, പുള്ളിയെ ആമീനും ഒക്കെ പറഞ്ഞ് ഇതെല്ലാം ചെയ്തു. പക്ഷേ എന്നോട് ഉച്ചയായപ്പോ തന്നെ ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പോ എന്നോട് ചായ വാങ്ങിച്ചുകൊണ്ട് വരാൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ പോകുമ്പോ എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇല്ല പോകണ്ട, വെയിറ്റ് ചെയ്യേ
ഞങ്ങൾ പറയാം എന്തോ ഒരു വേരിയേഷൻ കാണുന്നത്. പുള്ളിക്ക് വന്നിട്ട് ഒരു 5 മണിയായപ്പോ എൻ്റെ പാസ്റ്ററെ ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ആയി. അതാണ് എന്നാലും ആ സമയത്ത് കുർബാന സ്വീകരിച്ചു. 5:30 ആയപ്പോഴേക്ക് പുള്ളി പക്ഷെ അതിന് മുമ്പ് ഞാൻ 5 മണിക്ക് കഴിഞ്ഞ് കുർബാന എടുത്ത് പോയി കഴിഞ്ഞ് ഞാൻ കണ്ടതാണ്. സംസാരിക്കത്തില്ല, ചുമ്മാ ജസ്റ്റ് ഒരു മിനിമം ഇതേ ഉള്ളൂ. എൻ്റെ കയ്യെ പിടിച്ച് ഇതൊക്കെ ചെയ്തത്ര തന്നെ. അത് കഴിഞ്ഞ് പിന്നെ അവർ ആ ഉള്ളിലോട്ട് എന്നെ കയറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു 5:30 ആയപ്പോഴേക്കും പുള്ളിക്ക് മാസീവ് അറ്റാക്ക് വന്നിട്ട് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ആയിപ്പോയി. പുള്ളി മരിക്കുക. അപ്പൊ ഞാൻ ഇതിനിടയ്ക്കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഡോക്ടേഴ്സ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഔട്ട് ഓഫ് ഇതാന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ വാങ്ങി ദൈവത്തിന്റെ അടുക്കളയിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ 5:30 ആ സമയത്തിന് എൻ്റെ റീത്ത എന്ന് പറഞ്ഞ കൂട്ടുകാരി അവരുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡും എയർഫോഴ്സിലായിരുന്നോണ്ട് എൻ്റെ ഹസ്ബൻഡിനെ നല്ലോണം അറിയാം. അപ്പം അവരാണ് പിന്നെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും മരണശേഷമുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നിന്നെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ജീവച്ഛവം പോലെ അങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞ് പക്ഷെ അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്ന് അപ്പച്ചന് വന്നിട്ട് ഈ ഹാർട്ടരക്കാരായിരുന്നോണ്ട് ഈ മൂക്കിൽ കൂടെ ബ്ലീഡിങ് ആവുന്നതുകൊണ്ട് അവര് അതിനെന്തോ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വിവരം പിന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഇവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് ബോഡി കൊണ്ടുപോകണം. ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും നാട്ടിലുള്ള. അപ്പൊ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമല്ലോ ഹാർട്ട് അറ്റാക്ക് ആയവർക്ക്. അന്നേരം അതിന് 1000 rupees എന്തോ ആന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, അത് അങ്ങനെ ആ ഇഞ്ചക്ഷൻ എടുത്ത് ആണ് പിന്നെ മോർച്ചറി വെക്കുന്നത്. മോർച്ചറി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ അപ്പോഴേക്കും നാട്ടിൽ നിന്നുള്ളവർ കുറച്ച് പേര് വന്ന് കമ്പനിയിൽ സാധാരണ അവർ ആരെങ്കിലും മരിച്ചാൽ 2 ബസ്സേ കൊടുക്കത്തുള്ളൂ. എൻ്റെ കേസിൽ 3 ബസ്സിനുള്ള ആളായിരുന്നു, എക്സ്ട്രാ ബസ് കൊടുക്കേണ്ടി വന്നവർ. അപ്പൊ അവരെല്ലാം ഹോസ്പിറ്റലിൽ വന്ന് കണ്ടു. കഴിഞ്ഞ് ഞങ്ങൾ ആംബുലൻസിൽ നാട്ടിലേക്ക് ബോഡി കൊണ്ട് നാട്ടിലാണ് ഇറക്കിയത്. പക്ഷേ പിന്നെ ഈ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് പിന്നെ ഈ 3 ദിവസം മരിച്ച ദിവസം തന്നെ എന്നെ രാത്രി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു സ്ട്രോക്ക് പോലെ അങ്ങാകുക. ഞാൻ ഫുള്ള് BP കണ്ടവാൻ അങ്ങ് കൂടിയിട്ട് റൈറ്റ് സൈഡ് ഇങ്ങനെ അങ്ങ് തളരുന്ന പോലെ. അപ്പൊ പിന്നെ ഉടനെ തന്നെ അവിടെ ഡോക്ടറെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ തന്നെ ഇഞ്ചക്ഷനൊക്കെ തന്ന് പിന്നെ അങ്ങേരുന്ന മെഡിസിൻ ഒക്കെ തന്ന് എന്തായാലും സീരിയസ് സ്ട്രോക്ക് ആയി പോയില്ല. BP കൺട്രോളിൽ വന്നപ്പം പക്ഷെ എന്നാലും തിരുമ്പോ എടുക്കുക അങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് നമ്മൾക്ക് ഒരു എപ്പോഴും ഒരു ഡ്രൗസി പോലെയുള്ള ഒരു മരുന്നൊക്കെ തന്ന് അങ്ങനെ ഇതാക്കി കഴിഞ്ഞ പുള്ളി പറഞ്ഞ ഷോക്കാന്ന് പറഞ്ഞു. ചിലർക്ക് സംസാരം നിന്ന് പോവും, ചിലർക്ക് ഇങ്ങനെ ആവും, ചിലർക്ക് സ്ട്രോക്ക് ആയി പോവും, പെട്ടെന്നുള്ള ഈ മരണത്തിന്റെ ഇതാന്ന് പറഞ്ഞു. അങ്ങനെ അവന് നാട്ടിൽ പോയി ഒരു 40 ദിവസമായിട്ട് ഞാൻ തിരിച്ചു വന്നില്ല. കമ്പനിയിൽ നിന്ന് ലെറ്ററിന്റെ മേലെ ലെറ്റർ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒന്നും അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര വലിയ സങ്കടം. പിന്നെ മക്കളെയും കൂട്ടി അവസാനം എൻ്റെ ബ്രദറിനെയും കൂട്ടിയിട്ട് ഞങ്ങള് ബാംഗ്ലൂരിൽ തിരിച്ചു വന്നു. അപ്പൊ എൻ്റെ രണ്ടാമത്തെ മോള് UKG പഠിക്കുക, മൂത്ത മോള് 2ാം ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് തിരിച്ചു വന്ന് ഇവിടെ ഞാൻ ജോലിക്ക് ചേർന്നു. എൻ്റെ ഫാദറും വന്നു കൂടെ. ഫാദർ വന്നിട്ട് ഒരു 6 മാസം കൂടെ നിന്നിട്ട് ഫാദർ തന്നെയായിരുന്നു കുക്കിങ്ങും ഒക്കെ. എന്നെ ഒന്നും ചെയ്യത്തില്ല, ചുമ്മാ ഇങ്ങനെ ഒരു ഇതുപോലെ ആയിപ്പോയി. ഒരു എനിക്ക് പറയാൻ പറ്റുന്നില്ല വാക്കുകൾ. പക്ഷെ എൻ്റെ അമ്മ എന്നെ ധൈര്യപ്പെടുത്തിയത് എന്നോട് എപ്പോഴും പറയും നീ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുക. അതുവരെ ഞാൻ ഇയ്യോബിന്റെ പുസ്തകം അത്ര ഇതായിട്ട് വായിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ബൈബിള് തന്നെ കമ്പനി കൊണ്ട് വെച്ചിട്ട് ഇയ്യോബിന്റെ പുസ്തകം 2 പ്രാവശ്യം അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് ധൈര്യം വന്നു. പിന്നെ അമ്മയെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങള് പറഞ്ഞ് എന്നെ ഇങ്ങനെ ധൈര്യപ്പെടുത്തി അവസാനം ജീവച്ഛവം എന്നുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് ഒരു ജീവനുള്ള ഒരു ഇതിലേക്ക് വന്നു. പിന്നെ രണ്ടാമതും വന്നിട്ട് ഞങ്ങള് ഈ എൻ്റെ ഹസ്ബൻഡ് ഉള്ള സമയത്ത് ഞങ്ങൾ ജീവസന്ദേശം എന്ന് പറഞ്ഞിട്ടൊരു റേഡിയോ പ്രോഗ്രാം വരുമായിരുന്നു. അപ്പച്ചൻ പറഞ്ഞ് ഞങ്ങളത് അറിഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ അതെല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. 5 ദിവസം ഉണ്ട് ആഴ്ചയിലത്. അത് കേൾക്കും. അത് കഴിഞ്ഞ് പിന്നെ KP യോഹന്നാന്റെ ഒരു ആത്മീയയാത്ര എന്ന് പറഞ്ഞിട്ട് 15 മിനിറ്റ് അതും ഏതൊക്കെ ദിവസങ്ങളിലുണ്ട്. ഹസ്ബൻഡ് അത് വെക്കും. ഞാൻ ജോലിക്ക് പോകുമ്പോഴേക്കും അത് എനിക്ക് കേൾക്കാൻ ഒക്കില്ല, ലീവുള്ള ദിവസം എനിക്കത്. പക്ഷെ ജീവസന്ദേശം എന്നും കേൾക്കുമായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും സപ്പോർട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറഞ്ഞിട്ട് എന്തോ അതാന്ന് തോന്നുന്നു. പിന്നെ പുള്ളി മരിച്ചു കഴിഞ്ഞിട്ടും ഞാനത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. എല്ലാ മാസവും എൻ്റെ ദശാംശത്തിൽ 150 രൂപ അവർക്ക് അയച്ചു കൊടുക്കും, 100 രൂപ KP യോഹന്നാനും അയച്ചു കൊടുക്കും. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ക്വാർട്ടേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വാടക വീട്ടിൽ നിന്ന് കമ്പനിയുടെ ക്വാർട്ടേഴ്സിലേക്ക് വന്നു.
ക്വാർട്ടേഴ്സിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് സേഫ് ആണത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ, സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. പിന്നെ വന്നിട്ട് ഇങ്ങനെ ഈ എന്താ പറയുന്നത്, എനിക്ക് ഈ കാര്യം ഓർക്കുമ്പോ എല്ലാം ഞാൻ അഡ്മിറ്റ് ആവും, ഈ പുള്ളിയുടെ മരണം. അപ്പൊ എല്ലാം ഈ BP-യുടെ വേരിയേഷൻ വരുന്നവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഓർത്താൽ മതി, അപ്പോഴേ ഒരു മാതിരിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കമ്പനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന അവരെന്ത് ചെയ്യും, ഡ്രിപ്സ് ഒക്കെ തരും, എന്നിട്ട് BP-യുടെ മരുന്ന് തരത്തില്ല, ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരും. അങ്ങനെ ഒരു 5 കൊല്ലത്തോളം ആയി. 5 കൊല്ലത്തോളം ആയി കഴിഞ്ഞപ്പോൾ അവന്റെ മോൻ അപ്പോഴേക്ക് LKG ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സ്കൂളിൽ വന്നിട്ട് 11 മണി വരെ നഴ്സറി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവനെ എവിടെ ആക്കുന്നല്ല. അപ്പൊ ഞങ്ങളുടെ കമ്പനിയുടെ ബേബി ക്രഷിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരു 2 വീലറിൽ പോയിട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ ആക്കിയിട്ട് ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ അന്ന് ഇതാ സ്കൂട്ടിയാ, ഇതല്ല സ്കൂട്ടറാണ്. അത് പഠിച്ച് എന്നിട്ട് ഒരു ദിവസം കൊണ്ട് എനിക്കത് അതിന്റെ വീലിനിടയ്ക്ക് എൻ്റെ കാല് പോയിട്ട് ആക്സിഡന്റ് ആയിട്ട് കാലിലോ പൊള്ളലും വലിയ ഇതൊക്കെ ആയിട്ട് ഞാൻ ബെഡ്ഡനായിപ്പോയി. ആദ്യം ഒരാഴ്ച എങ്ങനെ മാനേജ്, അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലൈസ് ആയി. 21 ദിവസം ആശുപത്രിയിലായി, കാലിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ആ 21 ദിവസം ആദ്യത്തെ ഇതില് ഡോക്ടർ വന്നിട്ട് ഈ ഓപ്പറേഷൻ ചെയ്താൽ ശരിയായില്ല, പിന്നെ അവർ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തു, വേറെ നമ്മുടെ ദേഹത്തുനിന്ന് സ്കിൻ എടുത്ത് വെച്ച് ഇതൊക്കെ ചെയ്ത്. അപ്പൊ ഒരു മിലിറ്ററി റിട്ടയർഡ് ഡോക്ടറായിരുന്നു. അങ്ങനെ പറഞ്ഞാലും ഓപ്പറേഷൻ ചെയ്യാൻ ആദ്യത്തെ ദിവസം ഫിക്സ് ചെയ്തപ്പം അന്ന് നടന്നില്ല. കാരണം എനിക്ക് ഈ മന്ത്ലി പീരിയഡ്സിന്റെ ഡേറ്റ് എടുത്ത് വന്നതുകൊണ്ട് ബ്ലീഡിങ് കൂടുതലാവും എന്ന് പറഞ്ഞിട്ട് അവരത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ദിവസത്തിനാക്കി. അപ്പൊ അന്നേരം എൻ്റെ ബ്രദറിന്റെ വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ ഇത് ഫിക്സ് ചെയ്ത ദിവസം അന്ന് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്യുമ്പം ഡോക്ടർ പിന്നെ എന്നോട് പറഞ്ഞാണ്, എനിക്ക് എന്നാ ഇങ്ങനെ കൈ പിടിച്ച് നടത്തിയപ്പോൾ പറഞ്ഞാണ്, ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സാധാരണ ഇങ്ങനെയുള്ള കേസിൽ അവർ ആ ഞരമ്പ് അങ്ങ് മുറിച്ച് കളയുക ചെയ്യാറുള്ളത്. പക്ഷേ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇത്രയും ചെറുപ്പക്കാരിയല്ലേ, എനിക്ക് അന്നേരം 32 എല്ലാം കാണുമായിരിക്കും, ഇങ്ങനെ 33 കാണുമായിരിക്കും, കാലില് ഒരു മുടന്തായിട്ട് ഫുള്ള് ലൈഫ് നടക്കണ്ടേ, എന്തായാലും അവരുടെ ലക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരത് ഓപ്പൺ ചെയ്തിട്ട് ഇൻഫെക്ഷൻ എല്ലാം റിമൂവ് ചെയ്ത് പിന്നെ വേറെ എന്തോ പ്രൊസീജിയർ പ്രകാരം പിന്നെ സ്കിന്ന് വെച്ച് റിപ്പയർ ചെയ്യുക, അങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയോ അതൊക്കെ ചെയ്ത് 21 ഡേയ്സിൽ ഞാൻ ന്യൂ ടെസ്റ്റമെന്റിലെ എല്ലാ പോളിന്റെ ലെറ്റേഴ്സും വായിച്ച്, ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ അത് തന്നെയാ ചെയ്യുന്നത്. അങ്ങനെ ഒക്കെ ആയി ഞാനത് റിക്കവറായി. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് ഡ്രസ്സിങ്ങും കാര്യവും ഇതെല്ലാം ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ എല്ലാം ഞാൻ ദൈവത്തോട് യേശുവിന്റെ കുരിശിലെ ആ വേദനയാണ് ഞാൻ മനസ്സിൽ ഓർക്കുന്നത്. എന്നിട്ട് ഞാൻ വിചാരിക്കും, ദൈവമേ ഇതിന് ഇത്ര വേദനയാണ്, അന്ന് എന്തര വേദന അനുഭവിച്ചു കാണുമെന്ന്. പിന്നെ ഞങ്ങള് സുവിശേഷത്തെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ പിന്നെ ക്യാമ്പസ് ക്രൂസൈഡിന്റെ അവരുമായിട്ട് ചേർന്ന് എല്ലാ ആഴ്ചയിലുള്ള പ്രാർത്ഥന, എല്ലാ വെള്ളിയാഴ്ച എക്യുമെനിക്കൽ പ്രെയർ ഉണ്ട്, എല്ലാ മാസവും വന്നിട്ട് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. അപ്പൊ ആ ഫാസ്റ്റിംഗ് പ്രെയറിന് ഞാനൊരു ദിവസം ലീവ് എടുക്കും. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്തു. പിന്നെ അവരുടെ ബൈബിൾ സ്റ്റഡി, നമ്മൾ പിള്ളേരാണെങ്കിലും അവരിൽ കൂടെയാണ് രക്ഷിക്കപ്പെടാനും ഒക്കെ ഇടയായത്. അവർക്ക് ബൈബിൾ സ്റ്റഡിയും പിന്നെ യൂത്തിന്റെ ക്യാമ്പും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെയെല്ലാം അവർക്കും ബൈബിളും കാര്യമൊക്കെ ചെറിയ പ്രായം മുതൽ തന്നെ അവർക്ക് പഠിക്കാനൊക്കെ ഒത്തു. അതുപോലെ തന്നെ എനിക്ക് ക്യാമ്പസ് ക്രൂസൈഡുമായിട്ട് ക്ലോസ് ആയിട്ട് നിന്നുകൊണ്ട് ഒത്തിരി ഇതായിട്ട് പിന്നെ നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് ബെന്നിഹിൻ ഉണ്ടല്ലോ, ബെന്നിഹിന്നിന്റെ ഒരു 3 ദിവസത്തെ പ്രോഗ്രാം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അത് ടിക്കറ്റ് വെച്ചുള്ള പ്രോഗ്രാം ആയിരുന്നാലും ഞങ്ങൾക്ക് അതെന്തോ അറേഞ്ച് ചെയ്ത് കിട്ടി. എന്നിട്ട് ഞാനും എൻ്റെ പിള്ളേരും ഞങ്ങൾ 3 ദിവസം അതിൽ അറ്റൻഡ് ചെയ്തു. പിന്നീടാണേലും ബെന്നിഹിന്നിന്റെ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നുള്ള പുസ്തകമൊക്കെ വാങ്ങിക്കാനും അതുപോലെ തന്നെ നേരത്തെ ആണേലും ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ആദ്യം വായിക്കുന്ന പരദേശി മോക്ഷയാത്ര എന്നുള്ള പുസ്തകം നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിച്ച്, മാരാമണ്ണിന് ആരോ കൺവെൻഷന് പോയവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് ആ പുസ്തകം ഞാനിങ്ങനെ വായിച്ച് അതിന്റെ റിവ്യൂ ഒക്കെ എഴുതി ശരിക്കും ഹൃദയസ്ഥമാക്കിക്കൊണ്ട് ജീവിതത്തെ ഞാൻ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരി ഇത് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെളിയിലത്തെ കാര്യങ്ങളെ കഴിഞ്ഞും കൂടുതൽ ദൈവമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയോണ്ട് വലിയ സ്ട്രഗിൾ ഇല്ലാതെ ഞാൻ വിഷമം ഇല്ലെന്നല്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും അതിന്റെ മധ്യത്തിലെല്ലാം ദൈവം എന്നെ ഉയർത്തിക്കൊണ്ട് വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ ആണെങ്കിലും 3 പേരുടെയും അവർ 3 പേരും അവര് എഞ്ചിനീയറിങ് സെക്കൻഡ് സെമിസ്റ്റർ ആകുമ്പോൾ 3 പേർക്കും അസുഖം വരും. മൂത്തയാളും മരണകരമായിട്ടുള്ള
ഇതിൽ വന്നു. അത് എനിക്ക് ഇതുപോലെ ഞാൻ അന്നേരം മൈസൂറിലാണ്. എനിക്ക് അവിടെ സ്വപ്നത്തിൽ വരികയാണ് ഇങ്ങനെ മോള് ഇങ്ങനെ ഒരു ബെഡ് കിടക്കുന്നു, വന്നിട്ട് വാളിൽ ഒരു ടൈം പീസ് ഇരുന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ ഇരിക്കുന്നതായിട്ട്. അപ്പൊ എനിക്ക് ഇത് വലിയ വിഷമമായിട്ട് തോന്നി. എന്താ, പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ നമുക്ക് കോഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ അവിടുന്ന് രാവിലത്തെ ബസ് കയറി 2 ബസ് പിടിച്ച് ബാംഗ്ലൂരിൽ തിരിച്ചു വരുമ്പോഴേക്കുണ്ട് എന്റെ മോള് വന്നിട്ട് വയ്യാതെ ബെഡിൽ കിടക്കുകയാണ്. അമ്മയുണ്ടെന്നേരം ഇവിടെ. പിന്നെ അന്ന് രാത്രി തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവിടുന്ന് അവളുടെ ഇവിടെ വേറൊരു മെയിൻ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആംബുലൻസിലാണ് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ച് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ബ്ലഡ് കൗണ്ട് എല്ലാം ചേഞ്ച് ആയി പോയി, രക്ഷപ്പെടുന്ന കാര്യം വലിയ വിഷമാന്ന് പറഞ്ഞിട്ട് 50-50 ചാൻസേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ആ ഹോസ്പിറ്റലിൽ തറയിൽ അവിടെ ഒരു സോഫ ഏതാണ്ടുണ്ട്, മോളുടെ ബെഡിനടുത്ത് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് സഹിക്കാൻ മേലാത്ത വലിയൊരു നഷ്ടം എന്റെ ജീവിതത്തിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതും കൂടെ ഇനി എനിക്ക് ഇങ്ങനെ ഒരു നഷ്ടം സംഭവിക്കാൻ നീ ഒരിക്കലും ഇടയാക്കല്ലോ. മോക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണം. പക്ഷെ നിന്റെ ദൈവം എവിടെയെന്ന് എന്നോട് മറ്റുള്ളവർ ചോദിക്കുന്ന രീതിയിൽ നീ എന്നെ ആക്കി വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് രാത്രിയെല്ലാം. അന്ന് ഞാൻ മൈസൂരിൽ നിന്ന് യാത്ര ചെയ്ത് വന്നിട്ടാണ്, രാത്രി ഉറങ്ങിയിട്ടില്ല. അന്ന് ന്യൂ ഇയറാ. ആ ന്യൂ ഇയറിന്റെ ഫസ്റ്റ് പേഷ്യന്റാ മോള് ആ ഹോസ്പിറ്റലിൽ. എന്നിട്ട് ഞാന് ഇങ്ങനെ കരഞ്ഞ് ഒരു ഉച്ചയ്ക്ക് രാത്രി 1 മണി 2 മണി ആറായപ്പോഴേക്ക് എനിക്കൊരു വല്ലാത്ത അവശത വന്നു. അപ്പൊ ഞാൻ പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ഒരു ഹിന്ദുസ് ആണ്. പക്ഷെ അവർക്ക് ഞാൻ ഫോൺ ചെയ്തു, ഇങ്ങനെ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അവര് ഹസ്ബൻഡും വൈഫും കൂടെ അവരുടെ അടുത്ത വീട്ടിലൊരു തെലുങ്കര, അവർക്ക് ഒരു വണ്ടിയുണ്ട്, അതിൽ അവർ 3 പേരുടെ 2 മണി ആയപ്പോഴേക്ക് ആശുപത്രിയിലെത്തി. സിറ്റുവേഷൻ എല്ലാം കണ്ടിട്ട് പുള്ളിക്കാരന്റെ വൈഫിനെ എന്റെ കൂടെ ആക്കിയിട്ട്, അവർക്കും 2 കൊച്ചു പിള്ളേരാ, അവര് തിരിച്ചുപോയി. വൈഫ് ഒരു 5 മണി വരെ വെളുപ്പിന് എന്റെ കൂടെ ഇരുന്നു. അതുവരെ ഞാനൊന്ന് മയങ്ങി. അത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് പുള്ളിക്കാരിയോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം എന്റെ പാസ്റ്ററെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് 2 പേര് ഈ ഹോസ്പിറ്റൽ ഗേറ്റിന് വെളിയിൽ 2 ദിവസം കാവലിരിക്കുക. ഈ ഡോക്ടർ പറഞ്ഞിരുന്ന എന്തും സംഭവിക്കാം, നിങ്ങൾ എല്ലാത്തിനും റെഡി ആയിട്ടിരുന്നോളാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നോട് അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞില്ല ഡോക്ടർ. എന്നോട് ഞാന് ഇങ്ങനെ പ്രാർത്ഥന ചെയ്തിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ പോലും വന്നിട്ടില്ല. ഈ 3 ദിവസം മോളുടെ അടുത്ത് തന്നെയാണ്. 3-ാം ദിവസം പുള്ളി ഡെയിലി വന്ന് ചെക്ക് ചെയ്യും. എമർജൻസിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. അപ്പൊ അന്ന് ഡോക്ടർ 3-ാം ദിവസം നോക്കിയപ്പോൾ മോക്ക് കുറച്ച് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഒരു കൊച്ചേ ഉള്ളോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, 3 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പം അല്ല, 3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കും, നിങ്ങൾ രാവും പലും ഇവിടെ തന്നെയായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, 3 പേരുണ്ടെങ്കിലും എല്ലാവരുടെയും വില ഒരു ഈ കൊച്ച് ഇത് ഇത്രയും ദൈവത്തിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള ആ സാധ്യത അറിയാമല്ലോ, അത്രയും അവർ പറഞ്ഞപ്പോ ദൈവത്തിന് മുമ്പിൽ ഞാൻ മുട്ടിപ്പായിട്ട് ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറോട് ഞാൻ പറഞ്ഞു അതിന്റെ വില വലുതാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കഴിഞ്ഞ് പിന്നെ മോള് 2 ദിവസത്താണ് ഡിസ്ചാർജ് ആയി. 10-15 ദിവസത്തിന് മരുന്ന് തന്നു. പിന്നെ 10 ദിവസം കഴിഞ്ഞ് ചെക്കപ്പിന് പോണായിരുന്നു. അപ്പൊ ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ മോളോട് പറഞ്ഞു, മോളെ ഇങ്ങനെ ഒരു അമ്മയെ കിട്ടത്തില്ല, നല്ലോണം നീ പഠിച്ചൊക്കെ എല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ അമ്മയെ നല്ലോണം നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ട് കഴിഞ്ഞ് പിന്നെ മോള് ഡിസ്റ്റിങ്ഷനിൽ തന്നെ ആ സെമിസ്റ്ററും പാസ്സായി. അവള് പഠിച്ച് പാസ്സായി. അവള് എഞ്ചിനീയറിംഗിലാണേലും ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ജോലിയായി. പിന്നെ അവളുടെ ജീവിതത്തിലാണേലും അവൾക്ക് MBBS അഡ്മിഷൻ കിട്ടിയത് വേറൊരു സ്ഥലത്തായിരുന്നു. ഞാൻ അയച്ചില്ലായിരുന്നു, നമുക്ക് എക്സ്പെൻഡിച്ചർ കുറവ്, അന്വേഷിക്കാൻ പോകാൻ ആളില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. എന്റെ ബ്രദർ പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസയുടെ അല്ല, എല്ലാ മാസവും പോകാനും അന്വേഷിക്കാനും എനിക്ക് അത്ര ലീവും കിട്ടത്തില്ല, മോള് സാരമില്ല. BDS എടുക്കണം പറഞ്ഞപ്പോൾ അവർക്ക് BDS വേണ്ട, അത് ബാംഗ്ലൂരിൽ തന്നെ കിട്ടുമായിരുന്നു. പക്ഷെ എഞ്ചിനീയറിംഗ് നമ്മുടെ അടുത്ത് തന്നെ കിട്ടി, 2 കിലോമീറ്ററിനുള്ളിൽ. അത്രയും പോലും ഉണ്ടോന്നറിയില്ല. അപ്പം അവിടെ തന്നെ ചേർന്ന് അവള് പഠിച്ച് പിന്നെ അവൾക്ക് എന്നു വെച്ചാൽ മാസ്റ്റേഴ്സ് ഫോറിനിൽ പോയിട്ട് ചെയ്യണം എന്നുള്ള അവളുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അന്നത്തെ സമയത്ത് 15 ലക്ഷം രൂപയാവും പോണെങ്കിൽ. ഞാൻ പറയുന്നത് 98-99 പീരീഡിലാണ്, 98-ലാണ്. അപ്പം മോൾ 98-ലാണ് എക്സാം ഒക്കെ എഴുതാനായിട്ട് ചെയ്തത്. അപ്പം ഇവള് ഞാൻ എഴുതിയാൽ എന്താ, ഈ ട്യൂഷനുള്ള പേപ്പർ, അതിന് അന്ന് ക്ലാസ് ഒന്നുമില്ല, നമ്മള് ബുക്കൊക്കെ വാങ്ങിച്ച് പഠിക്കണം, CD ഒക്കെ വാങ്ങിച്ച് പഠിക്കണം, ടോപ്പില് GRE ഒക്കെ. അപ്പൊ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ ഇവള് മമ്മി എന്നെ അയക്കുവോ എന്നുള്ളൊരു സംശയം. അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾക്ക് ഈ ക്യാമ്പസ് ക്രൂസൈഡിന്റെ പ്രെയർ എല്ലാം വെള്ളിയാഴ്ചയുണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ എല്ലാവരും പോയി പ്രേരണ. അന്ന് ഈ ഞാൻ പറഞ്ഞ ആ ഭക്തവത്സലം തന്നെയാണ് പ്രസംഗിക്കാൻ വന്നിരുന്നത്. അപ്പൊ പുള്ളിക്കാരന് ഫാമിലി ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചിട്ട്, അപ്പൊ പിള്ളേരോടൊക്കെ എഡ്യൂക്കേഷന്റെ കാര്യമൊക്കെ ചോദിച്ചു, വർത്താനൊക്കെ പറഞ്ഞു. അപ്പം മൂത്ത മോളോട് എന്നാ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, ഞങ്ങളെ എനിക്ക് ഇങ്ങനെ MS ചെയ്യണമെന്ന് ആഗ്രഹം, പക്ഷെ മമ്മി
MBBS വിട്ടില്ല, ഇനി എന്നെ അവിടെ MS വിടാൻ പോണേ എന്ന് പറഞ്ഞ്. അപ്പൊ കാര്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇന്ന പോലെയാ, അവൾക്ക് ദൂരെയാ കിട്ടിയത് കാര്യമൊക്കെ പറഞ്ഞു. അപ്പം പുള്ളി അമ്മോളോട് പറഞ്ഞു, അതൊന്നും അമ്മയൊന്നും ഓർക്കണ്ട, കൊച്ച് പഠിക്കാൻ തുടങ്ങിക്കോ, പ്രിപ്പയർ ആയിക്കോ. സ്പോൺസറെ ഒരുക്കേണ്ട കാര്യം കർത്താവിന്റെ ഡ്യൂട്ടിയാ, അത് കർത്താവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. കൊച്ചത് വിശ്വസിച്ച് ചെയ്തോളാൻ പറഞ്ഞു. മോള് പിന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു, പാസ്പോർട്ട് എടുത്തു, ടോഫിലും JREക്കെല്ലാം ബുക്ക് വാങ്ങിച്ച് പഠിച്ചു. എന്നിട്ട് അതിന്റെ എക്സാം വന്നിട്ട് November 2 അത് എഴുതി. അത് കഴിഞ്ഞ് ജനുവരിയിൽ നോക്കുമ്പോൾ അവൾക്ക് കാനഡയിലുള്ള ഒരു പയ്യന്റെ പ്രപ്പോസൽ വരിക. അവന്റെ അമ്മാച്ചൻ ബാംഗ്ലൂരിലുണ്ട്. അവര് മുഖേന ഞങ്ങൾ കല്യാണം എന്നൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ജനുവരിയിലാണ് മോക്ക് 22 വയസ്സാകുന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ വെച്ച് അവരെ ഞങ്ങളോട് വന്ന് പറയുന്നത്, അവരുടെ കസിൻ ഉണ്ട് ഞങ്ങളുടെ പള്ളിയിൽ, ഇങ്ങനെ ഒരു പയ്യൻ കാണാൻ വരും, മോളെ കാണാൻ. അപ്പൊ അവള് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഒരു 24 വർഷം, കഴിഞ്ഞ വർഷം വരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. മോളും 2 പെൺപിള്ളേരും സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയായിരുന്നു. സൺഡേ സ്കൂൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിന്നെ അവളോട് പറഞ്ഞു ഇങ്ങനെ പോലെ ഇങ്ങനെ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞ്. അവര് വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം അവരുടെ അമ്മായിയും അവരൊക്കെ കൂടെ അവളുടെ ഓഫീസിൽ ചെന്ന് അവളെ കണ്ടു, അതൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞ് ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് ഞങ്ങളും കല്യാണത്തിന്റെ കാര്യമൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ. പിന്നെ എന്റെ ബ്രദറിനെയും അപ്പച്ചനെയും ഒക്കെ വിളിച്ച് പറഞ്ഞു. അവര് കോട്ടയത്ത് മണിമലയാണ് അവരുടെ കുടുംബം. അത് കഴിഞ്ഞ് നാട്ടിൽ വെച്ച് ഞങ്ങൾ ഇവിടുന്ന് ചെന്നു. നാട്ടിൽ വെച്ച് എൻഗേജ്മെന്റും വിവാഹവും എല്ലാം നാട്ടിൽ വെച്ചായിരുന്നു. 28 ജനുവരി 28 കല്യാണം. അതും കഴിഞ്ഞാണ് എന്റെ മോളുടെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് ഫെബ്രുവരിയിലാണ് വന്നത്. എന്റെ മരുമോൻ ലീവും. എന്നിട്ട് ഞാൻ ഈ ഒരു വർഷം മുമ്പേ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു, കർത്താവേ കുഞ്ഞിനെ നീ, അവളോട് ചോദിച്ച കല്യാണത്തെ. അപ്പോൾ അവള് പറഞ്ഞ് എനിക്ക് യാക്കോബ ഓർത്തഡോക്സ് ഒന്നും വേണ്ട, ഇച്ചിരി ഒരു ഇതായിട്ടുള്ള ഇവാഞ്ചലിക്കൽ ടൈപ്പിലുള്ള ഇത് മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവർ ആംഗ്ലിക്കൻ ചർച്ച്, CSIയുടെ ആംഗ്ലിക്കൻ ചർച്ചിലാണ്. അപ്പം ഈ പയ്യൻ എന്റെ മരുമോന് പെട്ടി തുറക്കുമ്പോ ഏറ്റവും മേലെ ഇരുന്നത് ബൈബിളാ. അത് കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ ഈ കല്യാണത്തിനാണേലും കല്യാണം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോ അവരുടെ ഗ്രാൻഡ് ഫാദർ എന്നോട് ചോദിച്ചു, നീ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല അപ്പച്ചാ, എനിക്ക് അതില്ലേ അതൊന്നും അറിയില്ല. ഇല്ലില്ല, ഞങ്ങള് പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു കൊച്ചിനൊക്കെ വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ദൈവം ഒരുക്കിയതാ, ഞങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മരുമോൻ കാനഡയിൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് മോളുടെ റിസൾട്ട് വന്നത്. അന്നേരം ഉണ്ട് ഈ ഓൺലൈനിൽ, നമുക്ക് ഓൺലൈനൊന്നും ഇല്ലല്ലോ. അപ്പം അവിടുന്ന് അവൻ നോക്കിയപ്പം മോക്ക് ടോഫിലിന് 100% ഉണ്ട്, 100-ൽ 100. പിന്നെ GREക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. പിന്നെ അവള് അവിടെ സ്കോളർഷിപ്പോട് കൂടി MS ചെയ്തു. അവിടുത്തെ ഗവൺമെന്റിൽ തന്നെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. എഞ്ചിനീയറായിട്ട്, ലൈസൻസ്ഡ് എഞ്ചിനീയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യാണ്. അപ്പൊ എന്റെ സാക്ഷ്യത്തിന്റെ രത്നം ചുരുക്കം എന്ന് പറഞ്ഞാല്, എന്റെ ശക്തനാക്കുന്നവൻ മൂലം ഞാൻ സകലത്തിനും മതിയാകുന്നു. 40 വർഷക്കാലം ദൈവം എന്നെ കരം പിടിച്ച് നടത്തിയ ജീവിതം, തലമുറകളെ അനുഗ്രഹിക്കുമെന്ന് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തിട്ടുള്ള വാക്യങ്ങളൊന്നും എനിക്ക് പറയാനായിട്ട് ഒത്തില്ല. കർത്താവ് തന്ന വാക്യങ്ങളെല്ലാം അവൻ നിവർത്തിച്ചതാണ്. അതുപോലെ തന്നെ അവന്റെ ദൃഷ്ടിയില് എപ്പോഴും എന്റെ ഭവനവും എന്റെ കുടുംബവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ പറയാനുണ്ട്. അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാന് മോൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞ് ഞങ്ങള് 2 പേരോടെ പോയിട്ട് പ്രയറിൽ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞു, ഫാസ്റ്റിംഗ് പ്രയറിൽ. അതുപോലെ ഓരോ മക്കളെ കുറിച്ച് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനുള്ള സമയം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എനിക്ക് വചനം വായിക്കുവാനും അതുപോലെ തന്നെ വചനം ദൈവത്തോട് കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാണ്. ഞാൻ ഏതാണ്ട് ഒരു 62 പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ബൈബിള് കൊടുത്തത്. പല ഭാഷകളിലായിട്ടുള്ള ബൈബിളാണ്. അതുപോലെ ഞാൻ അധികം ഇന്ററാക്ട് ചെയ്യുന്നത് തമിഴ് ആൾക്കാരുടെ ഇടയ്ക്കും കന്നഡ ആൾക്കാരുടെ ഇടയ്ക്കുമാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും, ചിലർക്ക് ഞാൻ പേര് വരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ബാപ്റ്റിസം എടുക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നത് പേര്. അങ്ങനെയൊക്കെ ദൈവം എന്നെ വഴി നടത്തി എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ദൈവം എല്ലാം ഇങ്ങനെ ക്രമീകരിച്ച് കൊണ്ടുപോകുന്ന പ്രതിസന്ധികൾ ഇല്ലെന്നല്ല, ഉണ്ട് അതിന്റെ മധ്യത്തിൽ. ഞാൻ വിചാരിക്കുക എനിക്ക് അർഹതയൊന്നും ഇല്ലേലും ഒരു 20 രാജ്യത്തിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. പോകുന്നിടത്തെല്ലാം ഞാൻ ബൈബിളുമായിട്ട് പോകത്തുള്ളൂ. പല സൈസിലുള്ള ഇതായിട്ട് പോകും. കാണുന്നതിൽ പല പുതുതായിട്ട് അറിയുന്ന വ്യക്തികളിൽ കാണലും ഒരു ദൈവത്തിന്റെ ഒരു വചനമെങ്കിലും ഞാൻ കൊടുക്കും. അങ്ങനെ എനിക്ക് ഒത്തിരി ചെയ്യാൻ ദൈവം എന്നെ ഒത്തിരി സഹായിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 20-ാമത്തെ വയസ്സിൽ ഞാൻ ഫ്ലൈറ്റിൽ കയറി ഒരു 10-38 ഡിഫറന്റ് എയർലൈനിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ പല രാജ്യങ്ങളിലും ഞാൻ പ്രതീക്ഷിക്കാതെ പോകുന്നതാ. പക്ഷെ
അതൊന്നും ഞാൻ വിചാരിക്കും എൻ്റെ മോനാണെങ്കിലും US പോയി എനിക്ക് 1 രൂപ ചെലവില്ല. എൻ്റെ മോള് കാനഡയിൽ പോയി എനിക്ക് 1 രൂപ ചെലവ്. എല്ലാം കർത്താവ് മുൻകൂട്ടി ഒരുക്കി. എല്ലാ പേപ്പർ വർക്ക് എന്നാ വേണം എല്ലാം രാവിലെ ഡൽഹിക്ക് അയക്കും, വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ അവരെ തിരിച്ചു വരുത്തും, വിസയും കൊടുത്ത്. അങ്ങനെ 2 പേരുടെ കാര്യം. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പാസ്റ്ററെ, എന്റെ കാര്യമല്ല അത്. കർത്താവിനെ പോലെ വിശ്വസ്തനും അവനെ പോലെ വിശ്വസിക്കാവുന്നവനും അവനെ പോലെ ആശ്രയിക്കാൻ പറ്റിയതുമായ വേറൊരു വ്യക്തിയില്ല. പിതാവായ ദൈവം എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അമ്മ എന്നെ നടത്തിയ വഴികൾ, എൻ്റെ അമ്മയുടെ ഉപദേശം, ഇതെല്ലാം എനിക്ക് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് സഹായിച്ചു. എന്നോട് പലരും എനിക്ക് 2 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തിയോളജി പഠിക്കാനും കാര്യമൊക്കെയും ദൈവം എനിക്ക് സഹായിച്ചത്. എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം ലീവ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ എന്നോട് ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ വേദന തിന്ന്? ഞാൻ പറഞ്ഞു അതിന് വേദന പോലെ കർത്താവ് ഇതിലും വലിയ വേദനയില്ല അനുഭവിച്ചു, അത് ഓർത്ത എൻ്റെതൊന്നും ഇല്ല. അങ്ങനെ ഞാൻ അവരോട് കർത്താവിനെ കുറിച്ച് പറയാനൊരു അവസരം കിട്ടും. അങ്ങനെ ജീവിതത്തിൽ ഇതുവരെയും ജീവിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു മീഡിയ മുഖേന ഈ അരോമ TV ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഒരു ഇതിൽ എനിക്ക് വന്ന് പറയാൻ ഒക്കുമെന്നൊന്നും. എനിക്ക് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടല്ല, ദൈവമായിട്ട് എന്നെ കാണിച്ചു തന്നാണ് പാസ്റ്ററുടെ ഈ TV ചാനല്. അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. അരോമ TVയുടെ പ്രവർത്തനങ്ങളെയും എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നതായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ദൈവത്തിന്റെ അനുഗ്രഹവും അവർക്ക് ഓരോരുത്തർക്കും വേണ്ടത്ര കർത്താവിന്റെ കൃപ ലഭിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് ഒത്തിരി സ്തോത്രം, കോടാനുകോടി സ്തോത്രം ചെയ്യുന്ന അവന്റെ മഹത്വത്തിനായി എൻ്റെ സാക്ഷി എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ അപ്പച്ചായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, ഇതുവരെ ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് എന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ എരിപ്പാൻ സഹായിച്ചതിന് സ്തോത്രം ചെയ്യുന്ന ഇത്രത്തോളം ദൈവമേ നിന്നെ കുറിച്ച് പറയുവാനും നീ ചെയ്ത ഉപകാരങ്ങളെയും നീ ചെയ്ത് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങളെ വഴി നടത്തിയതങ്ങളെ കുറിച്ചും പറയുവാൻ സഹായിച്ചതിനായി സ്തോത്രപ്പ. ഇനിയും അനേകം പറയാനുണ്ടെങ്കിലും കർത്താവെ, സമയത്തിന്റെ ലിമിറ്റ് കൊണ്ട് കർത്താവെ, അടിയനത് എന്റെ സാക്ഷ്യത്തെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും അടിയന്റെ അനുഗ്രഹത്തിന് ചാനലിനും അനുഗ്രഹമായി തീരുവാനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്നവരും കാണുന്നവരും അവരെ നീ അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും ജീവിതത്തിൽ അല്പമെങ്കിലും അധികമെങ്കിലും അതുകൊണ്ട് ഉപകാരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സ്തോത്രം ചെയ്യുന്നിടത്താൽ സകല അനുഗ്രഹങ്ങൾക്കായി നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വവും തിരുമേനി എടുക്കണമെന്ന് പിതാവേ, അവിടുത്തെ കൃപയിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കും. ദൈവമുണ്ടായ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. 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 താങ്ക് യു പ്രിയ അന്നമ്മ തോമസ് ആൻറ്റി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ബാംഗ്ലൂർ പട്ടണത്തിൽ ജീവിച്ച് ഒരു ഗവൺമെൻറ് സർവൻ്റായി സേവനമനുഷ്ഠിച്ച് അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ളൊരു കുടുംബജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ച ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും, അപ്പോൾ തന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരിക്കലും ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ചില സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ വേർപാട്, പിന്നത്തേതിൽ ജീവിതത്തിൽ മുന്നോട്ടുള്ളതായ ദൈവീയ കരുതലുകൾ, ഒത്തിരി അനുഭവങ്ങൾ പറയുവാൻ ഈ സാക്ഷ്യത്തിൽ കർത്താവിൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഈ അവസരം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് നല്ല സാക്ഷ്യം പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകർക്ക് ഏവർക്കും ഒരനുഗ്രഹമായി തീരട്ടെ ഈ സാക്ഷ്യമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ ആൻറ്റിയോടുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകർ ഈ സാക്ഷ്യം കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പ്രത്യേകാൽ അരോമ TVയുടെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണിയുള്ള പ്രാർത്ഥനയിൽ പ്രിയ അന്നമ്മ തോമസ് ആൻറ്റി തുടർമാനമായി മുടക്കാതെ സംബന്ധിക്കുകയും അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ സഹാരി കൂടിയാണ്. നിങ്ങൾക്കും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ലൈനിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ, മീറ്റിങ്ങുകൾ സംബന്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായിരിക്കും. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. അനവധി കഷ്ടങ്ങളിലൂടെ നാം കടക്കേണ്ടി വന്നാലും നമ്മെ കൈവിടാത്ത അരുമനാഥനായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടെ നമുക്ക്
നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം, ഒരുങ്ങാം. അതിനായി ഈ സാക്ഷ്യവും നമുക്ക് അവർക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ തിങ്കളാഴ്ച തോറും നടക്കുന്ന മീറ്റിങ്ങിലും നിങ്ങൾ സംബന്ധിക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.